ആൻഡ് വെൽക്കം എവ്രി വൺ. നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എഗ്രികൾച്ചർ ആണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് നിങ്ങളെല്ലാവരും ഇവിടെ ബിസിനസ് എൻട്രപ്രനേഴ്സ് ആണ്. അതേപോലെ ബിസിനസ് മെൻ, ബിസിനസ് വിമൻ, കുറേ സ്ത്രീകളുമുണ്ട് ഇവിടെ. അപ്പോൾ നല്ലൊരു ബിസിനസ്സാണ് നിങ്ങൾക്ക് റൺ ചെയ്യേണ്ടത്. പക്ഷെ ഒരു ബിസിനസ് മാൻ്റെ എന്ന് വെച്ചില്ലേ ഒരു ആക്യുമെൻ അല്ലെങ്കിൽ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് ആംഗിൾ എങ്ങനെയായിരിക്കണം? എല്ലാ ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സും നമുക്ക് സെല് ചെയ്യാൻ സാധിക്കണം, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ അടുത്ത് എല്ലാ പ്രൊഡക്ട്സിൻ്റെ മാർക്കറ്റ് ഷെയർ ഉണ്ടാവണം. അതൊന്നുണ്ടോ? അത് വെറും നമ്മൾ അഗ്രികൾച്ചറിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയോ? എന്താ തോന്നുന്നത്? എല്ലാം വേണം അല്ലേ? ഓക്കെ. എന്താ പറയുക, എഗ്രികൾച്ചറിൻ്റെ കൂടെ തന്നെ എന്താ പറയുക കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ പറയില്ലേ ആരോഗ്യം ഇല്ലാണ്ട് ഒന്നുമില്ല. ഹെൽത്ത് ഈസ് വെൽത്ത്, റൈറ്റ്? കേരളൈറ്റ്സ് ആർ ലൈക്ക് 100% ലിറ്ററസി റേറ്റ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹെൽത്ത് ഈസ് വെൽത്ത്, റൈറ്റ്? അപ്പോൾ ഹെൽത്ത് വെൽത്ത് ആണെങ്കിൽ നമ്മൾ എഗ്രികൾച്ചർ നോക്കുന്ന പോലെ തന്നെ ആരോഗ്യവും നോക്കേണ്ടത് നമ്മളുടെ ഒരു കടമയാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്, അല്ലേ? അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ ഹെൽത്ത് കെയർ പ്രൊഡക്റ്റ് റേഞ്ച്. അപ്പോൾ ഈ കൊട്ടേഷൻ നിങ്ങളെല്ലാവരും കേട്ടിട്ട് കാണും. ലെറ്റ് ഫുഡ് ബി യുവർ മെഡിസിൻ ആൻഡ് മെഡിസിൻ ബി യുവർ ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണം തന്നെ നിങ്ങളുടെ ഔഷധമാവണം, ഔഷധം തന്നെ നിങ്ങളുടെ ഭക്ഷണമാവണം. പക്ഷെ ഇന്നത്തെ കാലത്ത് കുറച്ച് ഡിഫറെൻ്റ് ആണ്, അല്ലേ? ഇന്നത്തെ കാലത്ത് നമ്മൾ എന്താ കഴിക്കുന്നത് അതിനെപ്പറ്റി വലിയ ഗ്യാരണ്ടി ഒന്നും നമുക്ക് ഇല്ല. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കെമിക്കൽസും, അല്ലേ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ കുറേ ഇൻസെക്ടിസൈഡ്സ് അടിക്കുന്നു. ഒരുപാട് എന്ന് വെച്ചാൽ കെമിക്കൽ ഇൻ്റർവെൻഷൻ ഉള്ളത് കൊണ്ട് നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്റ്റൊക്കെ വല്ലാണ്ട് എന്താ പറയുക അതിൻ്റെ ക്വാളിറ്റി ഒക്കെ നശിക്കുന്നുണ്ട്, അല്ലേ? അത് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹെൽത്ത് എന്തായിരിക്കും? കഷ്ടം, അല്ലേ? ചുരുക്കത്തിൽ പറഞ്ഞ കഷ്ടമാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഹോസ്പിറ്റൽസ് ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ മുക്കിനും മൂലയിലും നമ്മൾ പറയാൻ പറ്റും നമ്മുടെ മെഡിക്കൽ സ്റ്റോഴ്സ് ഉണ്ട്, അല്ലേ? അതെന്തുകൊണ്ടാണ് ഇത്രയും അധികം റേസ് ആയതുകൊണ്ടിരിക്കുന്നത്? ബിക്കോസ് എല്ലാവരുടെയും ഹെൽത്ത് അത് വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരം നല്ലതായിരിക്കണം. അത് നമ്മൾ എങ്ങനെ എൻഷ്യൂർ ചെയ്യാൻ പറ്റും അതാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ പുതിയൊരു ടെർമിനോളജീനെ പറ്റി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് സ്ലൈറ്റ്ലി ടെക്നിക്കലാണ്. ഞാൻ എത്രയും ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുമോ അത്ര നോക്കുന്നുണ്ട്. അപ്പോൾ ന്യൂട്രാസ്യൂട്ടിക്കൽസ്, ഈ ടെർമിനോളജി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ന്യൂട്രാസ്യൂട്ടിക്കൽസ്. അരെ വാ, ഫെൻറ്റാസ്റ്റിക്. ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ വാട്ട് ഈസ് ന്യൂട്രാസ്യൂട്ടിക്കൽ? കറക്റ്റ്. ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കോമ്പിനേഷൻ വേർഡാണ്, ന്യൂട്രീഷൻ ആൻഡ് സ്യൂട്ടിക്കൽസ്. ന്യൂട്രീഷൻ എല്ലാവർക്കും അറിയാം. ന്യൂട്രീഷൻ്റെ അർത്ഥം എന്താ? പോഷകം, റൈറ്റ്? പോഷണം. അത് കഴിഞ്ഞിട്ട് സ്യൂട്ടിക്കൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിസിനൽ വാല്യൂ ഉള്ള സാധനം. ഇന്നത്തെ കാലത്ത് മെഡിസിനൽ വാല്യൂ ഉള്ള സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ, ഗുളികകളും സിറപ്പുകളും ഇതൊക്കെ തന്നെയല്ലേ? പക്ഷേ ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്നൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടേമാണ്. ഇത് കോയിൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംവെയർ നമ്മുടെ ആയുർവേദ അല്ലേ, ആയുർവേദയിൽ നിന്നാണ് ഇതിൻ്റെ ഇൻസ്പിറേഷൻ വന്നിരിക്കുന്നത്. മലയാളികൾക്ക് ആയുർവേദം എന്താണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യം ഇല്ല, കറക്റ്റ്? അപ്പോൾ അതേപോലെ ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ ഒരു കുറച്ചും കൂടി റിഫൈൻഡ് വേർഡാണ്. ഒരു ഫുഡ് അതിൻ്റെ പാർട്ട് നമ്മൾ എന്താ പറയുക മെഡിസിനൽ യൂസിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് നമ്മൾ ന്യൂട്രാസ്യൂട്ടിക്കൽ സാധാരണ പറയുക. അപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മൾ ഈ ന്യൂട്രാസ്യൂട്ടിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇഞ്ചി, അല്ലേ? ഇഞ്ചിക്കൊരു ഔഷധ ഗുണമുണ്ട്. മഞ്ഞളിന് ഔഷധ ഗുണങ്ങളുണ്ട്. അതേപോലെ പല പല സാധനങ്ങളും നമ്മൾ നമ്മുടെ കിച്ചണിൽ നമ്മുടെ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന പല സാധനങ്ങളും ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ്. അതിനാണ് നമ്മൾ ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂട്രാസ്യൂട്ടിക്കൽസിനെ വെച്ചിട്ട് ഒരു ഫുൾ പ്രൊഡക്റ്റ് റേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട് നെറ്റ്സർഫ്. അതിൽ 2 പ്രൊഡക്റ്റ് റേഞ്ചാണ് ഉള്ളത് ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സിൽ. ഒന്നാണ് ഡയറ്ററി സപ്ലിമെൻറ്റ്, ഒന്നാണ് നമ്മുടെ ഫങ്ഷണൽ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് 3 പില്ലേഴ്സിലാണ് ബേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കമ്പനിക്കാർ എന്താ ഒരു ഉദ്ദേശം വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഉദ്ദേശം എന്താ അല്ലെങ്കിൽ അതിൻ്റെ ഫിലോസഫി എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 3 പില്ലേഴ്സിലാണ് ഇത് ബേസ്ഡ്. ഫസ്റ്റ് ഇസ് കൺസ്യൂമർ ഡിമാൻഡ്. കൺസ്യൂമർ ഡിമാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾ കുറേ കമ്പനീസിൽ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് നിങ്ങൾ വാങ്ങിയേ തീരൂ, അങ്ങനെ ഒരു ഫോഴ്സ് ഫിറ്റിംഗ്.
അത് നമ്മൾ ചെയ്യാറില്ല. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂമറിന് ഇന്നത്തെ കാലത്ത് ആവശ്യം എന്താ, ഫ്യൂച്ചറിൻ്റെ കാലത്തിന് ആവശ്യം എന്താ, അതിനനുസരിച്ചാണ് നമ്മളിവിടെ പ്രൊഡക്റ്റ് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് കൺസ്യൂമർ ഡിമാൻഡ്. സെക്കൻഡ് ഇസ് ഹെർബൽ ആൻഡ് നാച്ചുറൽ പ്രൊഡക്ട്സ്. മലയാളികൾക്ക് പ്രത്യേകിച്ച് നാച്ചുറലിനോടാണ് താല്പര്യം അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ നാച്ചുറൽ ആൻഡ് ഹെർബൽ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളുടെ പ്രൊഡക്ട്സിൽ, എല്ലാ പ്രൊഡക്ട്സിലും യൂസ് ചെയ്തേക്കുന്നത്. മിക്ക പ്രൊഡക്ട്സും വീഗൻ ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോർമുലേഷനാണ്. പ്ലസ് വാല്യൂ ഫോർ മണി. ഇത് ഫോർ മണി എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. നിങ്ങൾ ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഇൻഫാക്ട് ഓൾ പ്രൊഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ റിയലൈസ് ചെയ്യും മെജോറിറ്റി പ്രൊഡക്ട്സിൽ മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സാണ്. സാധാരണ നമ്മളിപ്പോൾ പ്രൊഡക്ട്സ് ചില കമ്പനീസിനെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. അവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. ഇതുകൊണ്ട് എന്താവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാല്യൂ ഫോർ മണി അല്ല, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുക. ബിക്കോസ് ഫോർ എക്സാമ്പിൾ ഇൻഡൈജഷന് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്, ഫോർ എക്സാമ്പിൾ അഗെയിൻ ആസിഡിറ്റിക്ക് വേണ്ടിയിട്ട് വേറൊരു പ്രൊഡക്റ്റ്, അങ്ങനെ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ആണ് അവിടെ ഉള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു കോമ്പിനേഷനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ് ആണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് വാല്യൂ ഫോർ മണിയാണ്. കുറച്ച് ചിലവിൽ തന്നെ നിങ്ങൾക്ക് മെജോറിറ്റി ബെനിഫിറ്റ്സ് ഇവിടെ കിട്ടാൻ സാധിക്കും. ദെൻ R&D വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വൈ? ബിക്കോസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മെജോറിറ്റി ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനീസിൽ ഉണ്ടാവാറില്ല. വൈ? ബിക്കോസ് സാർ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ചില കമ്പനീസ് വേറെ ആൾക്കാരുടെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് വാങ്ങി ഉണ്ടാക്കി എടുക്കുക ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. വൈ? ബിക്കോസ് നമ്മൾ പറയില്ലേ, വേറൊരു ആളെ അല്ലെങ്കിൽ വേറൊരു കമ്പനീൻ്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ മെജോറിറ്റി പ്രോബ്ലം അവിടെ എന്താ വരിക അറിയോ? ക്വാളിറ്റി, കറക്റ്റ്, അവൈലബിലിറ്റി, റൈറ്റ്, മൾട്ടിപ്പിൾ പ്രോബ്ലംസ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ആക്കി. എന്തുകൊണ്ട്? ബിക്കോസ് നമ്മളെടുത്ത് ഓൾമോസ്റ്റ് 25 years പ്ലസ് എക്സ്പീരിയൻസ് ഉള്ള സയൻറ്റിസ്റ്റ് ഉണ്ട് ഇൻ ടു ഡിഫറെൻറ്റ് സെക്ടേഴ്സ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയോടെക്നോളജി ആയിക്കോട്ടെ, ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, ആയുർവേദ ആയിക്കോട്ടെ, കോസ്മെറ്റോളജി ആയിക്കോട്ടെ, പല ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ സയൻറ്റിസ്റ്റിൻ്റെ 25+ years എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, അവർ ഫുൾ എക്സ്പേർട്ടീസ് വെച്ചിട്ടാണ് നമ്മൾക്ക് ഈ പ്രൊഡക്ട്സ് ഉണ്ടാക്കി തരുന്നത്. അതുകൊണ്ട് എന്താവുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ആവും, അവൈലബിലിറ്റി ഓഫ് കോഴ്സ് എപ്പോഴും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മളെ പ്രൊഡക്ട്സിനോടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മളെ പോലത്തെ ഫോർമുലേഷൻ ഇതുവരെ ഗ്ലോബൽ സ്കെയിലിൽ എവിടെയും ഇല്ല. അഗെയിൻ വൺ മോർ USP, കാരണം നിങ്ങളൊക്കെ ഇവിടെ ബിസിനസ് വിമൻ ആയിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ കമ്പനി എങ്ങനെയാണ് ഡിഫറെൻറ്റ്, റൈറ്റ്? ബിക്കോസ് നിങ്ങളൊക്കെ നെറ്റ്സർഫിയൻസ് അവിടെ. നെറ്റ്സർഫിയൻസ് നിങ്ങൾ എങ്ങനെയാണ് ഡിഫറെൻറ്റ്, ലൈക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഡിഫറെൻറ്റ്, അതും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ബിക്കോസ് ഞാനിവിടെ ഇന്നത്തെ പിച്ച് ഫുൾ പ്യോർലി പ്രൊഡക്റ്റ് ട്രെയിനിങ് മാത്രമല്ല, നിങ്ങൾക്ക് കുറച്ചൊരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ട്രെയിനിങ്ങും കൂടെ ആണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ദാറ്റ് നിങ്ങൾ എപ്പോഴാണ് ക്ലയൻറ്റിനോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ധാരണ വേണമല്ലോ. അതർവൈസ് ജസ്റ്റ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഒരു USP റിലേറ്റഡ് ആണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. USP മീൻസ് ഫാന്റാസ്റ്റിക്, യുണീക്ക് സെല്ലിംഗ് പോയിന്റ്. അപ്പോൾ യുണീക്ക് സെല്ലിംഗ് പോയിന്റ്സ് കൂടെയാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. പ്ലസ് നമ്മുടെ വൺ മോർ USP ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ കാലത്ത് നിങ്ങൾ ക്ലിനിക്കൽ ട്രയൽസ് കേട്ടിട്ടുണ്ടോ? പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യുക, കറക്റ്റ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ആണ് ഈ ക്ലിനിക്കൽ ട്രയൽസ് ചെയ്യാറ്. എന്താ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു മാൻഡേറ്റ് റൂളാണ്, ക്ലിനിക്കൽ ട്രയൽ ചെയ്യാണ്ട് അവർ മാർക്കറ്റിലേക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ പാടില്ല. പക്ഷേ ബീങ് എ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ഈ റൂൾസ് ഒന്നും ഇല്ല. നോർമലി ഹെർബൽ മെഡിക്കേഷൻസിനും ക്ലിനിക്കൽ ട്രയൽസ് റിക്വയർഡ് അല്ല. ബട്ട് ദെൻ അഗെയിൻ ഫോർ യുവർ സേഫ്റ്റി, ഫോർ യുവർ കോൺഫിഡൻസ് ബിൽഡിംഗ്, നിങ്ങളുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഹു ആർ ലൈക്ക് ഗോയിങ് ടു പ്രൊമോട്ട് ദിസ് പ്രൊഡക്റ്റ്, നിങ്ങളാണ് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് പ്ലസ് നിങ്ങൾക്കൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡീഷണൽ സെല്ലിംഗ് പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇൻ ഹൗസ് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, പ്ലസ് നമ്മൾ ക്ലിനിക്കൽ ട്രയൽസും ചെയ്യുന്നുണ്ട്. റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻസിൻ്റെ കൂടെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താ സാധിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ കംപ്ലീറ്റ്ലി ഈ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ വൺ മോർ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് നിങ്ങൾക്കിത് മുന്നോട്ട് പറയാൻ പറ്റും. മാനുഫാക്ചറിങ് ഫെസിലിറ്റി, അഗെയിൻ നമ്മൾ പറയില്ലേ, വീട്ടിലത്തെ ഭക്ഷണത്തിനോടാവും നമുക്ക് കുറച്ചും കൂടെ സേഫ് ഇഷ്ടം. അതേപോലെ തന്നെ നമ്മൾക്കൊരു സേഫ്റ്റി അല്ലേ, ഒരു മനസ്സിൽ നമുക്കുണ്ടാവില്ല അല്ലേ, അത് വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമാണ് എന്നുള്ളത് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയും നമ്മളുടെ വീട്ടിൽ തന്നെയാണ്.
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഓൾമോസ്റ്റ് നെറ്റ്സർഫ് ഹാസ് 4 ഫാക്ടറീസ്. 4 ഫാക്ടറീസ് ഉണ്ട്. ഈ ഫാക്ടറീസിൽ തന്നെയാണ് നമ്മളെല്ലാം സപ്ലിമെൻറ്റ്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഹെൽത്ത് കെയർ സപ്ലിമെൻറ്റ്സ് ആയിക്കോട്ടെ, പ്ലസ് നമ്മുടെ പേഴ്സണൽ കെയർ എല്ലാ പ്രൊഡക്ട്സും നമ്മൾ എവിടെയും കോൺട്രാക്ട് മാനുഫാക്ചർ ചെയ്യുന്നതല്ല, എല്ലാം നമ്മളുടെ ഇൻഹൗസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ലീഗലി കംപ്ലയൻ്റ് ആണ്, ലൈസൻസ്ഡ് ആണ്. അപ്പോൾ പല പല ലൈസൻസസ് ഉണ്ട്. FSSAI ഉണ്ട്, GMP ഉണ്ട്, HACCP ഉണ്ട്, അതേപോലെ USFDA ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ക്യാപ്സ്യൂൾസ്, ടാബ്ലറ്റ്സ് എല്ലാം ഉണ്ടാക്കാനുള്ള ലീഗൽ പെർമിഷൻസ് ഉണ്ട്. അപ്പോൾ ഇതും നിങ്ങൾക്കൊരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഫിലോസഫീൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ പ്രൊഡക്റ്റ് എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് എത്തുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ അത് റൺ ത്രൂ ചെയ്യുന്നത് ഓൾറെഡി സർ കുറച്ച് പാട്ട് എടുത്തിട്ടുണ്ട്. ഐ ബിലീവ് കസ്റ്റമർ ഡിമാൻഡ്സിനനുസരിച്ചാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നത്, അല്ലാണ്ട് ഫോഴ്സ് ഫിറ്റിംഗ് നമ്മൾ ചെയ്യാറില്ല. അതേപോലെ തന്നെ മാർക്കറ്റ് ട്രെൻഡ്സ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ട്രെൻഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഇന്നത്തെ കാലത്ത് മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത്, നാച്ചുറൽ ന്യൂട്രാസ്യൂട്ടിക്കൽസ് അല്ലെങ്കിൽ ഈ മാർക്കറ്റിലൊക്കെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ എല്ലാ കംപ്ലീറ്റ് സ്റ്റഡി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നത്. ഗ്യാപ്പ് അനാലിസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ കഴിക്കുന്നുണ്ട് വരുന്നത്. അപ്പോൾ ബേസിക്കലി ഒരു ഡീപ്പ് ലെവൽ ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇതിലേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കോമ്പറ്റീറ്റർ ബെഞ്ച് മാർക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ നെറ്റ്സർഫിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരുവിധ എല്ലാ FMCG കമ്പനീസും പ്ലസ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനീസും ഇതെല്ലാം നെറ്റ്സർഫിൻ്റെ ഒരു കോമ്പറ്റീറ്ററായിട്ടാണ് വരുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ, അവരും പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് മാർക്കറ്റിൽ, നിങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമർ ഏതാ ബൈ ചെയ്യുക? അതിനാണ് നമുക്ക് കംപ്ലീറ്റ് USPs അറിഞ്ഞിരിക്കണം. ബിക്കോസ് നിങ്ങൾ ബേസിക്കലി കോമ്പറ്റീറ്റേഴ്സ് കൊടുക്കുന്നേക്കാളും ബെറ്റർ ആണ് നിങ്ങളുടെ പ്രൊഡക്റ്റിന് നിങ്ങൾ വരുത്തി തീർത്താൽ നിങ്ങളുടെ സെയിൽ ഡൺ ആണ് അവിടെ. കറക്റ്റ്. അപ്പോൾ കോമ്പറ്റീറ്റർ ബെഞ്ച് മാർക്കിങ്ങും നമ്മൾ R&D ലെവലിൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ബിക്കോസ് ഗ്ലോബൽ ലെവലിൽ നമ്മുടെ പ്രൊഡക്റ്റ് അത്രയും അധികം ബെനിഫിറ്റ്സ് ആണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഇസ് അഗെയിൻ എ യുണീക്ക് സെല്ലിംഗ് പോയിന്റ്. നെക്സ്റ്റ് ഇസ് റിസർച്ച് ബേസ്ഡ് ഇംപ്രവൈസേഷൻ. റിസർച്ചിനനുസരിച്ച് നമ്മളിതിൽ കണ്ടിന്യൂസ്ലി നമ്മുടെ പ്രൊഡക്റ്റിൽ തന്നെ അപ്ഗ്രഡേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്ലസ് പ്രൊഡക്റ്റ് എൻഹാൻസ്മെൻറ്റ്. സാധാരണ നമ്മൾ ഈ നാച്ചുറൽ അല്ലെങ്കിൽ ഹെർബൽ പ്രൊഡക്ട്സ് എന്ന് കേൾക്കുമ്പോഴേക്ക് ടേസ്റ്റ് എങ്ങനെയായിരിക്കും? ഒരു കയ്പോ ചവർപ്പോ അല്ലേ, അങ്ങനത്തെ ഒക്കെ ഒരു സാധാരണ നമ്മൾ ഈ ആയുർവേദം ഹെർബലൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയല്ലേ ഒരു മനസ്സിൽ തന്നെ ധാരണ വരുന്നത്. പക്ഷേ നെറ്റ്സർഫ് ഇവിടെ കംപ്ലീറ്റ്ലി ഇത് ചേഞ്ച് ചെയ്തിരിക്കുന്നു. ഒരു വെരി പാലറ്റബിൾ, നല്ലൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും ഫ്ലേവറുള്ള ആയുർവേദമാണെന്ന് ആരും പറയില്ല, ഹെർബലാണെന്ന് ആരും പറയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കംപ്ലീറ്റ് പ്രൊഡക്റ്റ് എൻഹാൻസ്മെൻറ്റ് ചെയ്ത പ്രൊഡക്ട്സ് ആണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്ലിനിക്കൽ ട്രയൽസിനെ പറ്റി ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ഇത് നിങ്ങൾക്ക് ഒരു സെൻസ് ഓഫ് അഷ്യൂറൻസ് ആൻഡ് കോൺഫിഡൻസ് ബിൽഡിംഗ് തരും. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും നമ്മുടെ എല്ലാ പ്രൊഡക്ട്സും ക്ലിനിക്കൽ ട്രയൽസ് കഴിഞ്ഞിരിക്കുന്നതാണ്, അതുകൊണ്ട് ദേ ആർ സേഫ് ടു യൂസ്. റൈറ്റ്. അപ്പോൾ പ്രൊഡക്ട്സിലേക്ക് കിടക്കാം. ഡെയിലി ന്യൂട്രീഷൻ ആൻഡ് ഫങ്ഷണൽ ന്യൂട്രീഷൻ, 2 ടൈപ്സ് ഓഫ് സപ്ലിമെൻറ്റ്സ് ആണ് നമ്മുടെ അടുത്ത് ഉള്ളത്. ഡെയിലി ന്യൂട്രീഷൻ എന്താണെന്ന് നോക്കാം. ഡെയിലി ന്യൂട്രീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ കഴിക്കുന്ന ആഹാരത്തിൽ നമുക്ക് എല്ലാം കിട്ടുന്നുണ്ടോ? പ്രോപ്പർ എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, വിറ്റാമിൻസ്, മിനറൽസ്, ഫോർ എക്സാമ്പിൾ മാക്രോ ന്യൂട്രിയൻസ്, ഇതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ ആഹാര രീതി പറയുകയാണെങ്കിൽ മെജോറിറ്റി എന്താ? കാർബോഹൈഡ്രേറ്റ്സ്. ചോറില്ലാണ്ട് നമുക്ക് പറ്റില്ല അല്ലേ, ചോറില്ലാണ്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഫുഡ്, അങ്ങനത്തെ ഒരു രീതിയാണെങ്കിൽ നമുക്ക് എല്ലാ ന്യൂട്രീഷനും കിട്ടും. ഒരു എന്താ പറയുക, ICMR, ദാറ്റ് ഈസ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ അഡൾട്ട്, മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, അവർക്കൊരു പ്രത്യേക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിക്വയർമെൻറ്റ് ഉണ്ട്. അതിനനുസരിച്ച് വേണം ഫുഡ് പോകാൻ. മീൻസ് കാർബോഹൈഡ്രേറ്റ് എത്ര എമൗണ്ടിൽ വേണം, പ്രോട്ടീൻസ് എത്ര എമൗണ്ടിൽ വേണം, ഫാറ്റ്സ് എത്ര എമൗണ്ടിൽ വേണം. പക്ഷേ ഇതൊക്കെ നമ്മൾ കണക്കിലെടുക്കാറുണ്ടോ? അല്ലേ, നമ്മൾ എടുക്കാറില്ല. കിച്ചണിൽ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ആഹാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് റെഡിയാക്കി കഴിക്കുക ചെയ്യുക. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിക്വയർഡ് എമൗണ്ടും കൊടുക്കുന്ന എമൗണ്ടും ആ ഗ്യാപ്പ് വളരെയധികം കൂടുതലായതുകൊണ്ടാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്. കറക്റ്റ്. ഏറ്റവും അധികം കേരളത്തിൽ വരുന്ന അസുഖം ഏതാ? ഡയബറ്റീസ് അല്ലേ, ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ. അത് എന്തുകൊണ്ടാണ്? മേ ബി ബിക്കോസ് ഓഫ് ലൈക്ക് ടു മച്ച് ഓഫ് കാർബോഹൈഡ്രേറ്റ് കൺസംഷൻ കൂടുതലായതുകൊണ്ടാണ്. കറക്റ്റ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു പ്രത്യേക ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണ് ഈ പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു സപ്ലിമെൻറ്റ്സ്, കംപ്ലീറ്റ് സപ്ലിമെൻറ്റ്സ് ഉണ്ട്. അത് ഡെയിലി ന്യൂട്രീഷനിൽ നിങ്ങൾക്ക് എല്ലാ റിക്വയർഡ് സംഭവങ്ങളും നിങ്ങൾക്ക് തരുന്നുണ്ട്. പ്ലസ് ഫങ്ഷണൽ ന്യൂട്രീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ത്രിദോഷാസ് കേട്ടിട്ടുണ്ടോ?
കറക്റ്റ്, പെർഫെക്റ്റ്. കഫ പിത്ത വാതം അല്ലേ, ഇതിൽ ചേഞ്ചസ് വരുമ്പോഴാണ് ആൾക്കാർക്ക് അസുഖങ്ങൾ വരാൻ തുടങ്ങുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് മാറാത്ത ജലദോഷം, ചുമ, ചിലർക്ക് അസ്ഥിവേദന അല്ലേ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോയിൻറ്റ് പെയിൻസും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംബാലൻസസ് ഇൻ ടു ദ കഫ പിത്ത വാത്ത്. അപ്പോൾ ഈ ഇംബാലൻസസിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മുടെ ഫങ്ഷണൽ ന്യൂട്രീഷൻ. അപ്പോൾ ബേസിക് ഒരു ഡിഫറൻസിയേഷൻ മനസ്സിലായില്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ന്യൂട്രീഷൻ മീൻസ് ഡെയിലി എടുക്കാനുള്ളത്, പ്രോബ്ലംസ് ഏരിയാസ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫങ്ഷണൽ ന്യൂട്രീഷൻ. ഇതാണ് നമ്മുടെ രണ്ട് ബൈഫർക്കേഷൻ. അപ്പോൾ ഡെയിലി ന്യൂട്രീഷൻ എന്താണെന്ന് നോക്കാം. ഡെയിലി ന്യൂട്രീഷനിൽ നമ്മുടെ അടുത്തുള്ളത് ഇത് ഡെയിലി കഴിക്കാവുന്നതാണ്. ഓക്കെ, ഹോർലിക്സ് കേട്ടിട്ടുണ്ടോ അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഹെൽത്ത് ഡ്രിങ്ക്സ് ഉണ്ട് അല്ലേ. നമ്മൾ വീട്ടിൽ സാധാരണ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നതിന് പകരം ഹോർലിക്സ് എടുക്കട്ടെ, അങ്ങനെ ബൂസ്റ്റ് എടുക്കുക അല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്ട്സ് ഓൾറെഡി നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടാണ് വരുന്നത്, റൈറ്റ്? ബിക്കോസ് നിങ്ങളും ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു, അവരും ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ് തന്നെയാണ് അത് വരുന്നത്. അപ്പോൾ ഹൗ ഈസ് അവർ പ്രൊഡക്റ്റ് ഡിഫറെൻറ്റ്? അതും ഇമ്പോർട്ടൻ്റാണ്. ബിക്കോസ് നിങ്ങൾ അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങൾ ഇതിൻ്റെ ക്വാളിറ്റി ആൾക്കാർക്ക് ബോധിച്ച് കൊടുക്കുന്നില്ലെങ്കിൽ അവർ അഗെയിൻ പഴയതിലേക്ക് തന്നെ മാറും. അപ്പോൾ ബേസിക്കലി നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വാങ്ങുന്ന പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്യുക. എന്ന് വെച്ചാൽ അവർ ഓൾറെഡി എന്തെങ്കിലും വാങ്ങുന്നുണ്ടാവുമല്ലോ, അത് മാറ്റിയിട്ട് നമ്മളുടെ ബോക്സ് വെക്കുക. അപ്പോൾ ആ റീപ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കീ പോയിൻറ്റ്സ് അറിയണം നിർബന്ധമാണ്. അപ്പോൾ ആ കീ പോയിൻറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നാച്ചുറാമോറിൽ 5 പ്രോട്ടീൻ ഫോർമുല. ഇത് ഗ്ലോബൽ ലെവലിൽ 5 പ്രോട്ടീൻ ഫോർമുല അവൈലബിളേ അല്ല. ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ് നെറ്റ്സർഫ് ആണ് ഈ 5 പ്രോട്ടീൻ ഫോർമുല ഇൻ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത്, അലോങ് വിത്ത് 13 വിറ്റാമിൻസ്, 11 മിനറൽസ് ആൻഡ് എസെൻഷ്യൽ ഹെർബ്സ്. വേ പ്രോട്ടീൻ, മോരിൻ്റെ പ്രോട്ടീൻസ് ഉണ്ടാവില്ലേ, മോര് എടുത്തു കഴിഞ്ഞിട്ടുള്ള ബാക്കി വേ ലിക്വിഡ് പാർട്ട്, അത് കഴിഞ്ഞിട്ട് സോയ പ്രോട്ടീൻ, സോയാബീൻ്റെ പ്രോട്ടീൻ, അത് കഴിഞ്ഞിട്ട് മിൽക്ക് പ്രോട്ടീൻ, പാലിൻ്റെ പ്രോട്ടീൻ. നെക്സ്റ്റ് ഇസ് പീ പ്രോട്ടീൻ, പീസ്, ഗ്രീൻ പീസിൻ്റെ പ്രോട്ടീൻ. അതേപോലെ തന്നെ റൈസ് പ്രോട്ടീൻ. അങ്ങനെ ഒരു 5 പ്രോട്ടീൻ കോമ്പിനേഷൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ 13 വിറ്റാമിൻസ്, 11 മിനറൽസ് ആൻഡ് എസെൻഷ്യൽ ഹെർബ്സ്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സംസാരിച്ചല്ലോ, ഒരു ആവറേജ് മലയാളീൻ്റെ ഡെയിലി ഡയറ്റിൽ റൈസ് ഇല്ലാണ്ട് കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ അതേപോലെ തന്നെ പ്രോട്ടീൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, പ്രോട്ടീൻസ് നമ്മൾ വളരെ ചുരുക്കമാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് കുഴപ്പമില്ല, വെജിറ്റേറിയൻസ് ആണെങ്കിൽ അതിനേക്കാളും കുറവായിട്ടാണ് നമ്മൾ പ്രോട്ടീൻസ് കഴിക്കാറ്. ഇപ്പോൾ ഈ പ്രോട്ടീൻസിന് ബേസിക്കലി നമ്മുടെ ബോഡിയിൽ ഇമ്പോർട്ടൻസ് എന്താ? നമ്മൾ ഹെഡ് ടു ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തല മുതൽ കാല് വരെ ഫുൾ പ്രോട്ടീൻസ് കൊണ്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. എക്സ്റ്റേർണലി, ഇൻറ്റേർണലി കംപ്ലീറ്റ്ലി പ്രോട്ടീൻസ്. വൈ? നമ്മുടെ ഹെയർ പോലും, നമ്മുടെ മുടി പോലും, നമ്മുടെ നഖങ്ങൾ പോലും പ്രോട്ടീൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഹോർമോൺസ് ആയിക്കോട്ടെ, എൻസൈംസ് ആയിക്കോട്ടെ, മസിൽസ് ആയിക്കോട്ടെ, ഇതിലെല്ലാം പ്രോട്ടീൻസ് വേണം. അപ്പോൾ ഈ ചോറ് മാത്രം തിന്നിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. എന്താ ചെയ്യുക അപ്പോൾ അതിന്? അപ്പോൾ പ്രോട്ടീൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രോട്ടീൻസ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമീനോ ആസിഡ്സ് കൊണ്ടാണ്. നമ്മൾ പറയില്ലേ, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ ഇഷ്ടിക വേണം, അതേപോലെ തന്നെ പ്രോട്ടീൻസ് ഉണ്ടാക്കണമെങ്കിൽ അമീനോ ആസിഡ്സ് വേണം. അപ്പോൾ അമീനോ ആസിഡ്സിലും 2 വിധമുണ്ട്, എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ. എസെൻഷ്യൽ അമീനോ ആസിഡ്സ് നമ്മൾ പ്രത്യേകിച്ച് ഫുഡിൽ നിന്ന് കഴിക്കണം, അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ കിട്ടില്ല. അപ്പോൾ ആ എസെൻഷ്യൽ അമീനോ ആസിഡ്സ് ആണ് നമ്മളിതിലേക്ക് ഇട്ടിരിക്കുന്നത്. പി പ്രോട്ടീൻ, അതിൽ നിറയെ എസെൻഷ്യൽ അമീനോ ആസിഡ്സ് ഉണ്ട്. ഓൾമോസ്റ്റ് 9 എസെൻഷ്യൽ അമീനോ ആസിഡ്സ് കംപ്ലീറ്റ്ലി ഉണ്ട്. ബ്രാഞ്ച് ചെയിൻ അമീനോ ആസിഡ്സ് ഉണ്ട്. ഇത് ഈസി ടു ഡൈജസ്റ്റ് ആണ് ഈ പ്രോട്ടീൻ. അതേപോലെ തന്നെ നമ്മുടെ മസിൽ റിപ്പയറും എല്ലാത്തിനും വേണ്ടിയിട്ട് ഇത് വളരെയധികം ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇത് ബേസിക്കലി ഫീലിംഗ് ഓഫ് ഫുൾനെസ് തരും. സാധാരണ നമ്മൾ എന്താ പറയുക, നമുക്ക് ഫുഡ് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഒരുപാടാണ് കഴിക്കും അല്ലേ, ഓവർ ഈറ്റിംഗ്. അപ്പോൾ അതുകൊണ്ടാണ് എന്താവുന്നത്, വെയിറ്റ് കൂടി, ഒബേസിറ്റി ആയി അല്ലേ, പിന്നെ അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പോൾ ഒരു ഹെൽത്തി വെയിറ്റ് മെയിൻ്റനൻസിന് വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, റൈസ് പ്രോട്ടീൻ. റൈസ് പ്രോട്ടീനിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ആൻറ്റി ഓക്സിഡൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് ഒരുപാട് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ട്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് ബേസിക്കലി ഒരു കെമിക്കൽ റിയാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ബോഡിയിൽ. അതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുകയാണെങ്കിൽ അസുഖങ്ങൾ കൂടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അതിനെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത്. അപ്പോൾ ഈ റൈസ് പ്രോട്ടീനിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, വിറ്റാമിൻ ബിൻ്റെ ആൻഡ് ഫൈബേഴ്സ് ഉണ്ട്. ഇത് ഈസി ടു ഡൈജസ്റ്റ് ആണ്. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ ഇത് എബ്സോർബ് ആയിരിക്കും.
പ്ലസ് ഇതിൽ ഒരു ഹൈ എമൗണ്ട് ഓഫ് എസെൻഷ്യൽ അമീനോ ആസിഡ്സ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടും ഇത് നല്ലതാണ്. കൊളസ്ട്രോൾ റിഡ്യൂസ് ചെയ്യാനും ഇത് വളരെയധികം ഉപകാരമാണ്. നെക്സ്റ്റ് ഇസ് മിൽക്ക് ആൻഡ് സോയ്. പാലിൻ്റെ ഗുണങ്ങൾ പറയേണ്ട കാര്യമില്ല, നമുക്ക് ഓൾറെഡി അറിയാം. പാലിത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് ഇതിൽ കാൽഷ്യം മാത്രമല്ല പ്രോട്ടീൻസും ഉണ്ട്. ഇത് സാധാരണ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ട്, ഓസ്റ്റിയോപൊറോസിസ്. കേട്ടിട്ടുണ്ടോ അതിനെപ്പറ്റി? ഓസ്റ്റിയോപൊറോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസ്ഥി തേയ്മാനം. സാധാരണ അതൊരു 30-35 കഴിഞ്ഞിട്ടാണ് തുടങ്ങുക. ബിക്കോസ് ഹോർമോണൽ ഇംബാലൻസസ് കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഈ അസ്ഥി തേയ്മാനം വരുന്നത്. നിങ്ങൾ സാധാരണ കേട്ടിട്ടുണ്ടാവും, നമ്മളിങ്ങനെ നടക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് സ്കിഡ് ആയാൽ പോലും ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് വേഗം ഫ്രാക്ചർ ആവുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി കാൽഷ്യം ലെവൽസ് അത്രയധികം ഇല്ലാത്തത് കൊണ്ട്, ഡയറ്റിൽ നമ്മൾ അത്രയധികം എടുക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഒരു കാൽഷ്യം സപ്ലിമെൻറ്റേഷനും ഇവിടെ കിട്ടുന്നുണ്ട്. പ്ലസ് സോയ് ഒരു വളരെയധികം ഇമ്പോർട്ടൻറ്റ് പ്രോട്ടീനാണ്. ഇത് ബാഡ് കൊളസ്ട്രോളിനെ റിഡ്യൂസ് ചെയ്യും. നമ്മൾ സാധാരണ നിങ്ങളെല്ലാവരും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടില്ലേ? ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്തിട്ടുണ്ടാവും. LDL കൊളസ്ട്രോൾ, HDL കൊളസ്ട്രോൾ. LDL കൊളസ്ട്രോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാഡ് കൊളസ്ട്രോളിലാണ് വരിക. HDL കൊളസ്ട്രോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ HDL നല്ല കൊളസ്ട്രോൾ ആയിട്ടായിരിക്കും എടുക്കുന്നത്. അത് നിങ്ങളുടെ ഹാർട്ടിന് വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഈ ബേസിക്കലി സോയ് പ്രോട്ടീൻ നിങ്ങളുടെ LDL കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോളിനെ റിഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർട്ടിനെ ഹെൽത്തി വെക്കാനും ഒബേസിറ്റിക്ക് വേണ്ടിയിട്ടും ഡയബറ്റീസിന് വേണ്ടിയിട്ടും ഇതിനൊക്കെ ഒരു നല്ലൊരു സപ്ലിമെൻറ്റ് ആണ്. പ്ലസ് ഇതിൽ വിറ്റാമിൻ B12 ഉണ്ട്. നെക്സ്റ്റ് ഇസ് വേ പ്രോട്ടീൻ. വേ പ്രോട്ടീൻ അഗെയിൻ ഒരു ഹൈ ക്വാളിറ്റി പ്രോട്ടീനാണ്. ഭയങ്കര റിഫൈൻഡ് ആയിട്ടൊരു പ്രോട്ടീനാണ്. പെട്ടെന്ന് നിങ്ങളുടെ സിസ്റ്റത്തിൽ എബ്സോർബ് ആവുന്നു. അതേപോലെ തന്നെ ഈസി ടു ഡൈജസ്റ്റ് ആണ്. ഫാറ്റ് ഗെയിനിങ്, സാധാരണ നമ്മൾ പറയില്ലേ സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായി തടി വയ്ക്കും, അങ്ങനെ നമുക്കൊരു ധാരണ ഉണ്ട്. പക്ഷേ നാച്ചുറോമോർ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ തടി വല്ലാണ്ട് വെക്കില്ല, നിങ്ങൾക്കൊരു ഹെൽത്തി വെയ്റ്റ് ഗെയിനാണ് വരാൻ പോകുന്നത്. അപ്പോൾ ദിസ് ഈസ് വൺ ഓഫ് ദ അഗെയിൻ USP. അപ്പോൾ നിങ്ങൾക്ക് ഇതും റെക്കമെൻഡ് ചെയ്യുക. പ്ലസ് ഇതിൽ ഇമ്മ്യൂൺ സിസ്റ്റം നല്ലതാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ളതും ഫീച്ചേഴ്സ് ഇതിൽ ഈ ഇൻഗ്രീഡിയൻസിൽ ഉണ്ട്. നമുക്ക് ജസ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതുവരെയ്ക്കും ഞാൻ ഓവറോൾ നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസാണ് പറഞ്ഞത്. ഇപ്പോൾ 4 പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, 4 പ്രൊഡക്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ദ ഏജ്, അക്കോർഡിംഗ് ടു ദ ജെൻഡർ ആണ് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് ആണ് നാച്ചുറോമോർ ജൂനിയർ ചോക്ലേറ്റ്. ഓക്കെ, കിഡ്സിന് വേണ്ടിയിട്ടുള്ളത്. സെയിം ഫോർമുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 പ്രോട്ടീൻസ്, കറക്റ്റ്, 13 വിറ്റാമിൻസ് ആൻഡ് 11 മിനറൽസ് ആണ്. കുട്ടികൾക്ക് ആവശ്യം എന്താണ് ഇന്നത്തെ കാലത്ത്? മെമ്മറി, ഷാർപ്പ് മെമ്മറി അല്ലേ, അതേപോലെ തന്നെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, ആക്റ്റീവായിട്ടിരിക്കുക അല്ലേ, ഇതൊക്കെയാണ് കുട്ടികളുടെ ആവശ്യം. അപ്പോൾ നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊഡക്റ്റിൽ നമ്മൾ എല്ലാ പ്രോട്ടീൻസും ഇട്ടിട്ടുണ്ട് ഇൻറ്റു 30% ഫോർമുല. ഓക്കെ, 30%ലാണ് ഇത് ഇട്ടിരിക്കുന്നത്. സെയിം 5 പ്രോട്ടീൻസ് ഇൻറ്റു 30%. ഇത് ഇൻക്രീസ് ആയിട്ട് പോകും. ഓക്കെ, പ്ലീസ് ഇഗ്നോർ ദ ഫിഗർ ദേ. 30% ആണ് പ്രോട്ടീൻ അവിടെ വേണ്ടത്. പിന്നെ omega-3 DHA ആയിട്ടുണ്ട്. omega-3 DHA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് കൊളസ്ട്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പശുവിൻ്റെ ഫസ്റ്റ് പാലുണ്ടാവില്ലേ, ഹൈ ഇൻ ഇമ്മ്യൂണിറ്റി ആയിരിക്കും അത്. അപ്പോൾ അതും അതിൻ്റെ കണ്ടൻറ്റും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പ്ലസ് ബ്രഹ്മി ആൻഡ് അശ്വഗന്ധ ഉണ്ട്. ബ്രഹ്മി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മെമ്മറിക്ക് വേണ്ടിയിട്ട് നല്ലതാണ്. പ്ലസ് ഇതിൽ അശ്വഗന്ധമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കിഡ്സിന് വേണ്ടിയിട്ട് ഇതുള്ളൊരു കംപ്ലീറ്റ് റേഞ്ചാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഈ കുട്ടികൾക്ക് ബൂസ്റ്റ്, ഹോർലിക്സ്, ബോൺവിറ്റ പല പല സാധനങ്ങളും കൊടുക്കാറുണ്ട്. അതിൽ നിങ്ങൾ ഫോർമുലേഷൻസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ മെജോറിറ്റി ഈസ് ഷുഗർ. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ, ബേസിക്കലി നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ അല്ലേ, ഫ്യൂച്ചർ ജനറേഷൻസ്. അപ്പോൾ അവരെ ഒരു എന്താ പറയുക ഹെൽത്ത് ഇഷ്യൂസിലേക്കാണ് നമ്മൾ ശരിക്കും നീക്കിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഷുഗർ ബേസ്ഡ് പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് എന്തായിരിക്കും? ഒബേസിറ്റി പ്രോബ്ലംസ്, ഹെൽത്ത് പ്രോബ്ലംസ്, റൈറ്റ്? അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഷുഗർ ഒന്നും അധികം ഇടാത്തത്, ജസ്റ്റ് ഒരു ലിറ്റിൽ എമൗണ്ട് ഓഫ് സ്വീറ്റ്നർ പറഞ്ഞിട്ടുള്ളൂ. ബട്ട് ബാക്കി എല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെജോറിറ്റി ഓഫ് പ്രോട്ടീൻസ് ആണ്. നിങ്ങൾ ഓൾറെഡി ഇൻഗ്രീഡിയൻസ് കണ്ടു, ഇതൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഇതുകൊണ്ട് എന്താവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. പ്ലസ് അവരുടെ ആക്ടിവിറ്റീസ്, അവരുടെ സ്ട്രെസ് ലെവൽസ് അതെല്ലാം കുറയും. ഓക്കെ, ആൻഡ് ബേസിക്കലി അവർ നല്ലൊരു കുട്ടികളുടെ ആവശ്യം എന്താ? ദേ ഷുഡ് സ്കോർ ഗുഡ് മാർക്സ് അല്ലേ, നല്ല മാർക്ക് വാങ്ങണം, നല്ലോണം പഠിക്കണം. ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്
ഓൾറെഡി ഈ പ്രൊഡക്റ്റ് നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓൾറെഡി ഇതിൽ കുറേ ടെസ്റ്റിമനീസ് ഉള്ളതാട്ടോ ഈ പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കുട്ടികൾ ഇത് കഴിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടൊരു നല്ല ഹെൽത്തി വെയിറ്റ് ഗെയിൻ പ്ലസ് മെമ്മറി ഒക്കെ നല്ല ഷാർപ്പായിട്ടുള്ള നമുക്ക് റിസൾട്ട്സ് ഒരുപാടുണ്ട് ഈ പ്രൊഡക്റ്റിൽ. നെക്സ്റ്റ് ഇസ് ഫോർ വിമൻ, ഫീമെയിൽസിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഫീമെയിൽസിന് ഏജ് 3 years ആൻഡ് ഓൺവേർഡ്സ്, 3 years to 18 years. 18 yearsന് നിങ്ങൾക്ക് ബാക്കിയുള്ള പ്രോഡക്ട്സ് കൊടുക്കാൻ തുടങ്ങാം. മൂവിങ് ഓൺ ടു നെക്സ്റ്റ്, നാച്ചുറമോർ വിമൻ. നാച്ചുറമോർ വുമനിൽ അഗെയിൻ 40% പ്രോട്ടീൻസ് ആണ്. സെയിം കോമ്പിനേഷൻ 5 പ്രോട്ടീൻ ഫോർമുല ബട്ട് 40%. ബിക്കോസ് സ്ത്രീകൾക്ക് ആവശ്യമുള്ളത്, ഫീമെയിൽസിന് ആവശ്യമുള്ളത് 40% പ്രോട്ടീൻസ് ആണ്. അപ്പോൾ അതിനനുസരിച്ചാണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. പ്ലസ് വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് ആൻഡ് omega-3 DHA ഉണ്ട്. അത് ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റത്തിലേക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. പ്ലസ് കർക്യൂമിൻ ഉണ്ട്. കർക്യൂമിൻ എന്താ? അരെ വാ സീരിയസ്ലി നിങ്ങൾ അമേസിങ് ആട്ടോ. കർക്യൂമിൻ്റെ ഒക്കെ മീനിങ് ഇവിടെ കിട്ടുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. സോ കർക്യൂമിൻ, യെസ്, കർക്യൂമിൻ മഞ്ഞളാണ്. അപ്പോൾ മഞ്ഞൾ ഇതിലിട്ടിട്ടുണ്ട്. ഹൈ ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അസുഖങ്ങളൊന്നും വരാണ്ടിരിക്കാം. ബേസിക്കലി ഫീമെയിൽസിൽ വളരെയധികം ഈ UTI പ്രോബ്ലംസ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, റൈറ്റ്? UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, പലതരം ഇൻഫെക്ഷൻസിന് വേണ്ടിയിട്ട് പ്രോബ്ലമാണ്. അപ്പോൾ കർക്യൂമിൻ ബേസിക്കലി ഇതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് അതർ ദാൻ ദാറ്റ് ശതാവരി ഉണ്ട്. ശതാവരി ഒരു ഫീമെയിൽസിൻ്റെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം നന്നാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മേജർ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അതും ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അഗെയിൻ ദാറ്റ് ഈസ് ഫോർ നാച്ചുറമോർ വിമൻ. നെക്സ്റ്റ് നാച്ചുറമോർ ഫ്രഞ്ച് വാനില മെൻ. 50% പ്രോട്ടീൻസ് ആണുള്ളത്. ഇതിൽ അലോവേര ഉണ്ട്, അതേപോലെ തന്നെ omega-DHA ഉണ്ട് ആൻഡ് അശ്വഗന്ധ. അശ്വഗന്ധ ബേസിക്കലി ആൻസൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ് ലെവൽസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ മെയിൽസിന് വേണ്ടിയിട്ടാണ് ഇത് പെർട്ടിക്കുലർ ഫോർമുലേഷൻ. നെക്സ്റ്റ് പ്രൊഡക്ട്സ് ഈസ് നാച്ചുറമോർ പ്ലസ് നമ്മളുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ അല്ലാത്തവർക്കുള്ളതാണ്. സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസസിൽ IT ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, അവർക്കുള്ളതല്ല. ഒരുപാട് അധ്വാനിക്കുന്നത് അല്ലെങ്കിൽ ഹാർഡ് വർക്കിംഗ്, ഒരുപാട് ട്രാവലിംഗ് ഉള്ള, എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ടാവുമല്ലോ. ബീങ് എ നെറ്റ്വർക്കർ അല്ലെങ്കിൽ ബീങ് എ ബിസിനസ് പേഴ്സൺ, നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഉള്ളതാണ് നാച്ചുറമോർ പ്ലസ്. നാച്ചുറമോർ പ്ലസിൽ എന്താണ്? അഗെയിൻ 60% ആണ് ഈ പ്രോട്ടീൻസ് ഉള്ളത്. ഓക്കെ, മെൻസിൽ 50% പ്രോട്ടീൻ ആൻഡ് ഇൻ നാച്ചുറമോർ പ്ലസ് 60% പ്രോട്ടീൻസ് ആണുള്ളത്. 60% പ്രോട്ടീൻസിൻ്റെ കൂടെ എന്തൊക്കെയാണ് അതിലിട്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഗെയിൻ കൊളസ്ട്രം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രീബയോട്ടിക്സ്, പ്രോബയോട്ടിക്സ് ഉണ്ട്. ഈ പ്രോബയോട്ടിക്സ് കേട്ടിട്ടുണ്ടോ? എന്താണ് പ്രോബയോട്ടിക്സ്? കറക്റ്റ് ഗുഡ് ബാക്ടീരിയാസ്. സാധാരണ നമ്മൾ എന്ന് വെച്ചില്ലേ, എന്താ പറയുക, നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ ഉള്ള സമയം തൊട്ട് നമ്മൾ വയറിന് സുഖമില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, കുറച്ച് മോരൊഴിച്ച് ഫുഡ് കഴിക്കാന്ന് പറയുമല്ലോ. ഈ മോര് എന്തായിരുന്നു? മോര് ഈസ് ആക്ച്വലി അതിൽ ഗുഡ് ബാക്ടീരിയാസ് ഉള്ളത്, ലാക്ടോബാസിലസ്, ഗുഡ് ബാക്ടീരിയാസ് ഉള്ളത്. അപ്പോൾ അതേപോലത്തെ നല്ല ബാക്ടീരിയാസ് ആണ്, ഗുഡ് ബാക്ടീരിയാസ് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് എന്താവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം കുറച്ചും കൂടെ സ്ട്രോങ് ആവും, പ്ലസ് നിങ്ങളുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ആവും. അപ്പോൾ സാധാരണ നമ്മൾ പറയില്ലേ, ഈ നല്ല ആക്റ്റീവ് ആയ ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാർക്ക് നല്ലോണം പെട്ടെന്ന് വിശക്കും ചെയ്യും, അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കും വേണം, കറക്റ്റ്? അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് നല്ല എനേബിൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. പ്രീബയോട്ടിക്സ് ഉണ്ട്, പ്രോബയോട്ടിക്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇതിന് നമുക്ക് എന്താ പറയുക, കാരോട്ടീൻ ഉണ്ട്, സിയാസാന്തിൻ. അപ്പോൾ അതുകൊണ്ട് എന്താവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഐസൈറ്റിനും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ വളരെയധികം ആക്റ്റീവ് ആണെങ്കിൽ യു ഷുഡ് ഗോ ഫോർ നാച്ചുറമോർ പ്ലസ്. ആക്റ്റീവ് അല്ല, സാധാരണ ഇപ്പം നോർമൽ ലൈഫ് സ്റ്റൈലൊക്കെ ആണെങ്കിൽ നാച്ചുറമോർ വാനില. ഫീമെയിൽസിനാണെങ്കിൽ നാച്ചുറമോർ വിമൻ ഇൻ ടു 2 ഫ്ലേവേഴ്സാണ് വരുന്നത്, ഫ്രഞ്ച് വാനില ആൻഡ് മസാല മിൽക്ക്. 2 ഫ്ലേവേഴ്സിൽ വരുന്നുണ്ട്. ഇതിൽ മസാല മിൽക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റിൽ ഇഷ്ടം കേട്ടോ എല്ലാവർക്കും. ബിക്കോസ് അതൊരു എന്താ പറയുക, നിങ്ങൾ ഈ കുൽഫി കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ ഒരു കുൽഫീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ ഫീമെയിൽസ് അത് ഭയങ്കര ഫാൻ ഫോളോയിങ്. പ്ലസ് നെക്സ്റ്റ് അതിൻ്റെ കോമ്പിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലേവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഞ്ച് വാനില. ബേസിക്കലി ഫോർമുലേഷൻ സെയിം തന്നെയാണ്, ജസ്റ്റ് ഫ്ലേവർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. കിഡ്സിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ്. പ്ലസ് ഈ ചോക്ലേറ്റിൻ്റെ ഫോർമുലേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ പല്ലുകൾക്കൊന്നും കേടുവരില്ല. ദിസ് ഇസ് അഗെയിൻ എ USP. ഓക്കെ, കാരണം നമ്മൾ പറയില്ലേ, ഓവറോൾ ഇപ്പോൾ ചോക്ലേറ്റ് ഡ്രിങ്ക്സ് ഒരുപാട് വരുന്നുണ്ട്, കുട്ടികളത് കഴിക്കുകയാണെങ്കിൽ ക്യാവിറ്റീസ് വരും. ഇതിലത് വരില്ല, ബിക്കോസ് ദീസ് ആർ ഡാർക്ക് ചോക്ലേറ്റ്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ട് ഇത് ഹെൽത്തിന് വേണ്ടിയിട്ട് നല്ലതാണ്, പ്ലസ് ബെനിഫിറ്റ്സും തരും. ഓക്കെ,
രീതി ഓക്കെ, വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇത് നിങ്ങൾക്ക് പാലിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ വെള്ളത്തിലോ കഴിക്കാവുന്നതാണ്. ബിക്കോസ് കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് ഞാൻ തടി വെച്ചാലോ വെയിറ്റ് കൂടിയാലോ, വെയിറ്റ് കൂടുമൊന്നുമില്ല, പക്ഷെ എന്നാലും എന്താ പറയുക, ബിക്കോസ് ദിസ് വിൽ ഗിവ് യു ഹെൽത്തി വെയിറ്റ് ഗെയിൻ. അങ്ങനെ ഒരുമാതിരി പൊണ്ണത്തടി എന്നൊക്കെ പറയില്ലേ, അതൊന്നും വരില്ല. നിങ്ങൾക്കൊരു ഹെൽത്തി വെയിറ്റ് ഗെയിൻ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുകയാണെങ്കിൽ എനിക്ക് പാൽ ഇഷ്ടമല്ല, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വെള്ളത്തിലോ ചൂടുവെള്ളത്തിലും അത് കലക്കി കുടിക്കാവുന്നതാണ്. മോർണിംഗിൽ വൺ സ്കൂപ്പിൽ അതിൽ ഇതിൻ്റെ കൂടെ ഇത് നിങ്ങൾക്ക് സ്കൂപ്പ് ഉണ്ടാവും ആ കണ്ടെയ്നറിൽ ഓൾറെഡി. അപ്പോൾ 10 grams കിട്ടും ബിഫോർ ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഡെയിലി എന്ന് പറയില്ലേ, നമ്മുടെ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദിസ്. എണീറ്റ ഉടനെ എംപ്റ്റി സ്റ്റോമാക്ക്, യെസ്. ബിക്കോസ് ഇത് ഇൻ എ വേ എന്താ പറയുക, നിങ്ങൾക്ക് നല്ലൊരു ഫില്ലിംഗ് ആയിട്ട് തരും. നിങ്ങൾക്ക് അങ്ങനെ ഒരുമാതിരി കൂടുതൽ കഴിക്കാനുള്ള ഇതൊന്നും വരില്ല, പ്രവണത വരില്ല. ഇറ്റ് വിൽ ബി ലൈക്ക് ബാലൻസിങ്. അഗെയിൻ വി ഗോട്ട് എ അവാർഡ് ഫോർ ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ്. അപ്പോൾ ട്വൈസ് ആണ് നമ്മൾ ഈ അവാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓൾസോ ഫസ്റ്റ് നമുക്ക് അവാർഡ് കിട്ടിയതെന്ന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഇതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇൻ മഹാരാഷ്ട്ര അവരെന്താണെന്ന് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ ഈ അംഗൻവാടീസിലെ മഹാരാഷ്ട്രത്തെ അംഗൻവാടീസിനെ അപ്രോച്ച് ചെയ്തു. ഓൾമോസ്റ്റ് 500 അംഗൻവാടീസിനെ അവർ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ അവർ ഈ പ്രൊഡക്റ്റ് കൊടുത്തു. എന്നിട്ട് അവർക്ക് അതിലുകൊണ്ട് നല്ല ബെനിഫിറ്റ്സ് കിട്ടി, ഹെൽത്ത് ഗെയിൻ, വെയിറ്റ് ഗെയിൻ ആയി. സാധാരണ ഈ അംഗൻവാടീസിലൊക്കെ ഒരു നമ്മളിവിടെ എന്താ കൊടുക്കുക കേരളത്തിൽ? അമൃതം പൊടി, റൈറ്റ്, അമൃതം പൊടി പോലെ തന്നെ. പക്ഷേ അവിടെ മഹാരാഷ്ട്രയിൽ അവരത് അലൗ ചെയ്തു നമ്മുടെ നാച്ചുറാമോർ പ്രൊഡക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അമേസിങ് റിസൾട്ട്സ് ആണ് നമുക്ക് കിട്ടിയത്. ബിക്കോസ് ലൈക്ക് പെൺകുട്ടികൾക്കാണെങ്കിലും ഈ ബേസിക്കലി എനേമിയൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. എനേമിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ HB ലെവൽസ് കുറയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ബെനിഫിറ്റ് ചെയ്തു. കുട്ടികൾക്ക് ഹൈറ്റ് ഇൻക്രീസിനും ഹെൽത്തി വെയിറ്റ് ഗെയിനിനും വേണ്ടിയിട്ടും അതേപോലെ മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് നമുക്ക് ആക്ച്വലി 2016 ഇൻടു റൂറൽ ഏരിയാസിൽ പോയിട്ടാണ് നമ്മളിത് ചെയ്തത്. ബേസിക്കലി നമ്മുടെ കമ്പനി നിങ്ങൾ കണ്ടല്ലോ, പൂനെ പോഷ് ലൊക്കേഷനിലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ ദ മിഡിൽ ഓഫ് ദ സിറ്റിയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഫുൾ സറൗണ്ടഡ് ബൈ IT കമ്പനീസാണ് നമ്മളുടെ പൂനെത്തെ ഹെഡ് ക്വാർട്ടേഴ്സ് ആക്ച്വലി. അപ്പം നമ്മൾ പോയിട്ട് എന്താ പറയുക, ഒരു ഗ്രാമമായ സ്ഥലത്ത് അവിടെ മഹാരാഷ്ട്രയിൽ 500 അംഗൻവാടീസിൻ്റെ കൂടെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും അമേസിങ് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് ഇൻ ടു റൂറൽ ഔട്ട്റീച്ച് എന്നുള്ള അവാർഡ് ഇട്ടിരിക്കുന്നത്. ഡെയിലി ന്യൂട്രീഷൻ്റെ പ്രൊഡക്ട്സ് കഴിഞ്ഞിരിക്കുന്നു. ഇനി വി മൂവ് ഓൺ ടു ഡയറ്ററി സപ്ലിമെൻറ്റ്സ്. ഡയറ്ററി സപ്ലിമെൻറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫങ്ഷണൽ ന്യൂട്രീഷൻ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കഫ പിത്ത വാത്ത് ത്രിദോഷാസ് ഇതിൽ ഇംബാലൻസ് വരുമ്പോഴാണ് ഓരോ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ ആ ഹെൽത്ത് ഇഷ്യൂസിനെ ഹീൽ ചെയ്യാനും അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് പ്രൊഡക്റ്റാണ് ഫോർ ഡീടോക്സിഫിക്കേഷൻ. ഡീടോക്സിഫിക്കേഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സിസ്റ്റത്തിൽ ഒരുപാട് ടോക്സിൻസ് ഉണ്ട്, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അഴുക്കുണ്ട് അല്ലേ, ടോക്സിൻസ് ഉണ്ട്. ആ ടോക്സിൻസിനെ റിമൂവ് ചെയ്യണേനാണ് നമ്മൾ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡീടോക്സിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ, സാധാരണ നമ്മളുടെ ഹെൽത്തിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരു പ്രോപ്പർ സിസ്റ്റം ഉണ്ട് ഫോർ ഡീടോക്സിഫിക്കേഷൻ, റിമൂവൽ ഓഫ് വേസ്റ്റ് അല്ലേ. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലങ്സ് ഉണ്ട്, സ്കിന്നുണ്ട്, അതേപോലെ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ ഉണ്ട്. ഇതെല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു പ്രോപ്പർ ക്ലീനിങ് സിസ്റ്റമാണ്. ഓക്കെ, ഡീടോക്സിഫിക്കേഷൻ സിസ്റ്റമാണ്. പക്ഷേ ഈ ഡീടോക്സിഫിക്കേഷൻ സിസ്റ്റത്തിൽ ചിലപ്പോൾ പല കാരണവശാലും പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ടോക്സിൻസ് പോയിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് ബിൽഡപ്പ് ആവുന്നത്. ടോക്സിസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് പോയിട്ട് അടിഞ്ഞുകൂടുക എന്ന് പറയില്ലേ, ഡെപ്പോസിറ്റ് ആവുക, അങ്ങനെ ഡെപ്പോസിറ്റ് ആവും. അപ്പോൾ മേ ബി ഇൻ ദ ജോയിൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് പല സൈഡ് ഇഫക്ട്സ് വരാൻ സാധ്യതയുണ്ട്. സൈഡ് ഇഫക്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റാഷസ് ആവാം, അല്ലെങ്കിൽ ഈ സന്ധിവേദന, കറക്റ്റ്, ജോയിൻറ്റ് പെയിൻ, റിയൂമാറ്റഡ് അർത്രൈറ്റിസ്, അതുപോലെ പിമ്പിൾസ്, ആക്നെ, IBS, ന്യൂറോളജിക്കൽ സിൻഡ്രോംസ്. ഇതെല്ലാത്തിനും എവിടെയെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ കണക്ഷൻ ഈസ് വിത്ത് ഡീടോക്സിഫിക്കേഷൻ. ടോക്സിസിറ്റി ലെവൽസ് നമ്മുടെ സിസ്റ്റത്തിൽ കൂടുതൽ ആവുകയാണെങ്കിലാണ് ഈ പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ ഈ പ്രോബ്ലംസിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡീടോക്സിഫിക്കേഷൻ്റെ ആവശ്യം. സാധാരണ നിങ്ങൾക്കും ഇപ്പോൾ ചെക്ക് ചെയ്യുക, ഇത് നിങ്ങളുടെ ഒരു ചെക്ക് ലിസ്റ്റ് ആയിക്കോട്ടെ. ഇഫ് യു ഹാവ് ടോക്സിൻസ്, നിങ്ങളുടെ ശരീരത്തിൽ ടോക്സിൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ബേസിക്കലി ഈ ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ, ലൈക്ക് ഫീലിംഗ് ടയേർഡ്, വല്ലാണ്ട് ക്ഷീണം, ഒരു കാര്യമില്ലാണ്ട് ക്ഷീണം, നല്ല ഉറങ്ങിയിട്ടുണ്ടെങ്കിലും നല്ല ഭക്ഷണം കഴിച്ചാലും ക്ഷീണം,
മാറാത്ത ക്ഷീണം. അപ്പോൾ അതിന് ഫട്ടീഗ് എന്നാണ് പറയുക. അപ്പോൾ ആ ഫട്ടീഗിന് വേണ്ടിയിട്ടും ദാറ്റ് മീൻസ് ഡീടോക്സിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ സ്ട്രെസ് ലെവൽസ് ഒരുപാട് കൂടുതലാണ്, അഗെയിൻ ഡീടോക്സിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. നെക്സ്റ്റ് ഇസ് വളരെയധികം തലവേദന. ചിലവർക്ക് ഉണ്ടാവില്ലേ ഇങ്ങനെ കാരണം അറിയാത്ത തലവേദന, മാറുന്നേ ഇല്ല, എന്ത് ചെയ്താലും മാറുന്നില്ല. അപ്പോൾ അതും അഗെയിൻ ടോക്സിൻസ് ബിൽഡപ്പിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അഗെയിൻ പെട്ടെന്ന് തന്നെ കാലാവസ്ഥ മാറുമ്പോഴേക്ക് ജലദോഷം, പനി, ചുമ ഇതൊക്കെ വരികയാണെങ്കിൽ ദാറ്റ് മീൻസ് ടോക്സിൻസ് ബിൽഡപ്പ് ആണ്. അഗെയിൻ പെട്ടെന്ന് തന്നെ എന്ന് വെച്ചാൽ ഈ ജങ്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൂടുതലും പുറത്തത്തെ ആഹാരം കഴിക്കാനുള്ള ആഗ്രഹം, ചായ, കോഫി ഇതൊക്കെ ഒരുപാട് കുടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ടോക്സിൻ ബിൽഡപ്സ്. അപ്പോൾ ഡീടോക്സിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇറ്റ്സ് എ നോൺ ഹാബിച്വൽ പ്രൊഡക്റ്റ്. മാർക്കറ്റിൽ ഒരുപാട് പ്രൊഡക്റ്റ് അവൈലബിൾ ഉണ്ട് കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഡീടോക്സിഫിക്കേഷൻ്റെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട്. പക്ഷേ അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഹാബിറ്റ് ഫോമിംഗ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് എടുക്കണം. അതെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡീടോക്സിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു നല്ല കാര്യമല്ലല്ലോ, ബോഡി ഹാബിച്വേറ്റ് ആവുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റാണിത്. പ്ലസ് ഇത് നിങ്ങളുടെ മെറ്റബോളിസത്തിനെയും ഇമ്പ്രൂവ് ചെയ്യും. മെറ്റബോളിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിക്കുന്ന ആഹാരം ഫുൾ ഡൈജസ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടും നിങ്ങൾക്കിത് ഹെൽപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ കീ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെന്ന, അരഗ്വാദ്, അംലാക്കി, യഷ്ടിമധു, ഹരിതാക്കി, ശുണ്ഠി, അജ്മൂഡ, സൈന്ധവ് ഇതെല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേരൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഹെർബൽ ആണ്. ശുണ്ഠി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുക്ക് കേട്ടോ, ചുക്ക്. ശുണ്ഠി ഇത് ഡ്രൈഡ് ജിഞ്ചർ അതുതന്നെയാണ് സംഭവം. ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലാണ് വരുന്നത്, സംസ്കൃതത്തിലാണ് വരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ. ഓക്കെ, അപ്പോൾ അങ്ങനെ പല കോമ്പിനേഷൻസും ഉള്ളതാണ്. ദിസ് ഇസ് കംപ്ലീറ്റ്ലി ഹെർബൽ. ഇത് നിങ്ങളുടെ മെറ്റബോളിസത്തിനെയും ഇമ്പ്രൂവ് ചെയ്യും. പ്ലസ് ഇറ്റ് വിൽ ഓൾസോ ഇൻക്രീസ് ദ എന്താ പറയുക, നിങ്ങളുടെ ഡീടോക്സിഫിക്കേഷനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഇത് നിങ്ങൾക്ക് ആർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യേണ്ടത്? ഇഫ് സമ്മൺ ഈസ് ഗോയിങ് ഫോർ വെയിറ്റ് ലോസ്, ആർക്കെങ്കിലും വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ ഇത് റെക്കമെൻഡ് ചെയ്യാം. ഡീടോക്സിഫിക്കേഷന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 7 ഡേയ്സിൻ്റെ കോഴ്സ് അത് ബേസിക്കലി ചെയ്യേണ്ടത് കേട്ടോ. 7 ഡേയ്സ് അല്ലെങ്കിൽ 14 ഡേയ്സിൻ്റെ ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് തന്നെ എന്ന് പറയില്ലേ, ഒരു ഉണർവ്, ഒരു എനർജി ലെവൽസ് ഒക്കെ നിങ്ങളുടെ ഹൈ ആയിരിക്കും. വൈ? ബിക്കോസ് എന്തോ എന്ന് പറയില്ലേ, ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയ പോലെ ഒരു ഡേർട്ട്, നമ്മളുടെ ഡീടോക്സിഫിക്കേഷൻ സംഭവിച്ച പോലെ ഒരു കംപ്ലീറ്റ് ഫീലിംഗ് നിങ്ങൾക്ക് അതിൽ കിട്ടും. അപ്പോൾ അതിൻ്റെ പ്ലസ് നിങ്ങളുടെ ഓവറോൾ നിങ്ങളുടെ പറയില്ലേ, നിങ്ങളുടെ ഇൻറ്റേർണൽ ഓർഗൻസ് നിങ്ങളോട് താങ്ക് യു പറയും. ബിക്കോസ് ഒരു ക്ലെൻസിങ് ഇഫക്റ്റ് അവിടെ കിട്ടുന്നുണ്ട്. പ്ലസ് നമ്മൾ ഈ ചിലർക്ക് കണ്ടിട്ടില്ലേ വളരെയധികം ഈ ബോഡി ഓഡർ എന്ന് വെച്ചാൽ വേർപ്പ് നാറ്റം, അതുപോലെ വായനാറ്റത്തിൻ്റെ ഒക്കെ പ്രശ്നം, അതിന് വേണ്ടിയിട്ടും ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. പ്ലസ് നിങ്ങളുടെ സ്കിന്നിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ നിങ്ങളുടെ ഓവറോൾ എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, നമ്മുടെ വയറിന് സുഖമില്ലെങ്കിൽ നമ്മളുടെ ബ്രെയിൻ വർക്ക് ചെയ്യില്ല, കേട്ടിട്ടില്ലേ? ബിക്കോസ് ദർ ഇസ് എ കണക്ഷൻ. നമ്മുടെ ഇത് പറയില്ലേ, നമ്മളുടെ ഗട്ട് ഈസ് നോൺ ആസ് ദ സെക്കൻഡ് ബ്രെയിൻ. നമ്മളുടെ വയറ് നമ്മുടെ സെക്കൻഡ് ബ്രെയിനാണ്. അപ്പോൾ വയറ് ശരിക്കും അല്ലെങ്കിൽ അത് നമ്മളുടെ തോട്ട് പ്രോസസ്സിനെയും കൺഫ്യൂഷനും ഒരുമാതിരി ഇറിറ്റേഷൻ തരും. അപ്പോൾ ആ ഇറിറ്റേഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഡീടോക്സിഫിക്കേഷൻ നല്ലതാണ്. അപ്പോൾ ബേസിക്കലി നിങ്ങളുടെ റിന്യൂ ചെയ്യാനും നിങ്ങൾ റിജ്യൂവനേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ റീചാർജ് ചെയ്യാനും ഒരു ട്രിപ്പിൾ ഫോർമുലയാണിത്. അപ്പോൾ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇത് ഓവറോൾ ഇതിൽ പ്ലസ് ദിസ് ഇസ് ഓൾസോ എ ഡുവൽ alkalization. Sir, basically this is not going to increase your acidity or anything. Alkalization ഇതിൽ തന്നെ വരുന്നുണ്ട് because the ingredients itself will help you do that. നിങ്ങൾ റെഗുലർലി അത് എടുക്കാൻ തുടങ്ങുമ്പോൾ ബിക്കോസ് ഇറ്റ്സ് എ 7 days കോഴ്സ്. അപ്പോൾ 7 days അല്ലെങ്കിൽ 15 ഡേയ്സിലേക്ക് പോവാം. പ്ലസ് ഇതിലൊരു വൺ മോർ ബെനിഫിറ്റ് ഇസ് ഇന്നത്തെ കാലത്ത് മിക്ക മലയാളികൾക്കും ഈ പ്രോബ്ലം ഉണ്ട്, ആസിഡിറ്റി, നെഞ്ചെരിച്ചിൽ, റൈറ്റ്? എന്ത് കഴിച്ചാലും ഇത്, രാവിലെ എണീറ്റാൽ ഇത്, റൈറ്റ്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാൻടാക് അല്ലേ? അപ്പോൾ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളെ ഹാബിച്വേറ്റ് ആക്കുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ബേസിക്കലി റിഡ്യൂസസ് യുവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസിഡിറ്റി ലെവൽസ് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നിങ്ങൾ ഈ ഡീടോക്സിൻ്റെ ക്യാപ്സ്യൂൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആസിഡിറ്റി ലെവൽ കൺട്രോൾ ആവും. പ്ലസ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡീടോക്സിഫിക്കേഷനാണ് ചെയ്യേണ്ടത് വെച്ചാൽ രാത്രി ഭക്ഷണത്തിന് ശേഷം ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ആയിട്ട് ഈ പ്രൊഡക്റ്റ് കഴിക്കാം. അപ്പോൾ സിംഗിൾ പ്രൊഡക്റ്റ് ഡുവൽ റോൾസ് ആണ്. ആസിഡിറ്റിക്ക് വേണ്ടിയിട്ട് മോർണിംഗ് കഴിക്കാം,
ഡീടോക്സിഫിക്കേഷന് വേണ്ടി രാത്രി കഴിക്കാം, ഡെയിലി 2 times. ആസിഡിറ്റിക്ക് വേണ്ടിയിട്ട് ബിഫോർ ഫുഡ്, ഡീടോക്സിഫിക്കേഷന് വേണ്ടിയിട്ട് ആഫ്റ്റർ ഫുഡ്. നിങ്ങൾക്ക് ആക്ച്വലി ദാറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ് ഓൺ ഡയറ്റ്. നിങ്ങൾ എന്താ കഴിക്കുന്നത്. ഇഫ് ലൈക്ക് ടു മച്ച് ഓഫ് ഓയിലി ജങ്ക് അങ്ങനത്തെ ഒക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും ഫ്രീക്വൻസി ഒരു 3 months തന്നെ തുടങ്ങേണ്ടി വരും. ബട്ട് അതർവൈസ് നിങ്ങളുടെ എന്താ പറയുക വീട്ടിലുണ്ടാക്കുന്ന വളരെയധികം ഫ്രൈഡ് ഒന്നും അല്ലാത്ത ആഹാരമാണെങ്കിൽ അതൊരു 6 months ലോഞ്ചിവിറ്റി നിങ്ങൾക്ക് തരും. അല്ല, ബേസിക്കലി ഡീടോക്സിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ആഫ്റ്റർ ഫുഡ് എന്ന് പറയുന്നത്. ബിഫോർ ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസിഡിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആഫ്റ്റർ ഫുഡ്. സോ നെക്സ്റ്റ് ലിവറിനെ പറ്റി സംസാരിക്കാം. ഓക്കെ, സോ ലിവർ നമ്മുടെ വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർഗനാണ്. ഓൾമോസ്റ്റ് 500+ ഫങ്ഷൻസ് ആണ് നമ്മളുടെ ലിവർ ചെയ്യുന്നത്. നമ്മളുടെ ഒരു ധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽക്കഹോൾ കഴിക്കുന്നവർക്കാണ് സാധാരണ ലിവർ ഇഷ്യൂസ് വരാറെന്നാണ്. നമ്മൾക്ക് മുന്നിൽ നോക്കാം എന്തുകൊണ്ടാണ് ലിവർ ഇഷ്യൂസ് വരുന്നത്. ഓവറോൾ നമ്മൾ ലിവറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഓൾമോസ്റ്റ് 10th റാങ്കിലാണ് ഈ ലിവർ റിലേറ്റഡ് ഡിസോർഡേഴ്സ് വരുന്നത്. പ്ലസ് 10 lakh+ പേഷ്യൻസ് ലിവർ സിർഹോസിസ് കൊണ്ട് അവരുടെ ഡെത്ത് ആവുന്നുണ്ട് ഓൺ ആൻ ആനുവൽ ബേസിസ്. വൈ? ബിക്കോസ് ലിവർ ഇത്രയും വൈറ്റൽ ഓർഗൻ ആയാലും നമ്മൾ അത്രയും പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ലിവറിന് വേണ്ടിയിട്ട്. എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഒന്നും ചെയ്യാറില്ല നമ്മൾ. അപ്പോൾ ലിവർ സിർഹോസിസ് ഉള്ള പ്രോബ്ലമും വരുന്നുണ്ട്. ലിവർ സിർഹോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിവർ കംപ്ലീറ്റ്ലി ഡെഡായി പോവുക. അപ്പോഴാണ് ഡോക്ടേഴ്സ് ജനറലി റെക്കമെൻഡ് ചെയ്യുന്നത് ഫോർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ. ലിവർ ട്രാൻസ്പ്ലാന്റേഷനും അഗെയിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ വെച്ചാൽ ചെക്ക് ചെയ്യണം, അത് മാച്ച് ചെയ്തതിൻ്റെ ശേഷം വേണമെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. പല കാര്യങ്ങളുണ്ട് അതിൽ, അല്ലേ? അപ്പോൾ അതിലേക്കൊന്നും പോണതിൻ്റെ മുമ്പ് നമ്മൾ ബേസിക്കലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് നന്നാക്കിയാൽ മതി. എന്നാൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൺ എ ഡെയിലി ബേസിസ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ആൽക്കഹോൾ കൊണ്ടാണ് ലിവർ ഇഷ്യൂസ് വരുന്നത്. പക്ഷേ ഇൻ ഷോർട്ട് നോക്കുകയാണെങ്കിൽ പല പ്രോബ്ലംസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, എക്സസീവ് വർക്ക് ലോഡ് നിങ്ങൾക്കുണ്ട്, ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിവറിൻ്റെ ഇഷ്യൂസ് വരാം. അതേപോലെ തന്നെ നിങ്ങൾ വല്ല പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് കഴിക്കുന്നുണ്ട്, മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ട്. നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ടാവില്ല, എല്ലാ ഗുളികകളുടെ പിന്നിലൊന്നും നോക്കിക്കോളൂ, അവിടെ എഴുതിയിട്ടുണ്ടാവും ഇഫ് യു ആർ കൺസ്യൂമിങ് ടു മച്ച് ദെൻ ലിവർ ഡാമേജ് അല്ലെങ്കിൽ ലിവർ ഫെയിലിയർ വരാൻ ചാൻസ് ഉണ്ട്, റൈറ്റ്? അങ്ങനെയും കാണാം. അപ്പോൾ ഏതെങ്കിലും OTC ഡ്രഗ് എടുക്കുകയാണെങ്കിൽ, ഇൻഫെക്ഷൻസ് വരികയാണെങ്കിൽ, ഇൽനെസ് വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹെപ്പറ്റൈറ്റിസ് അഗെയിൻ ലിവർ റിലേറ്റഡ് ഡിസോർഡറാണ്. അപ്പോൾ അങ്ങനത്തെ കേസസിൽ പ്രോബ്ലം വന്നേക്കാം. പ്രോസസ്ഡ് ഫുഡ് നിങ്ങൾ ഒരുപാട് കഴിക്കുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ കാലത്ത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മുടെ ചിപ്സ് ആയിക്കോട്ടെ, ജാംസ് ആയിക്കോട്ടെ, നമ്മുടെ പിക്കിൾസ്, അച്ചാറുകളായിക്കോട്ടെ, എല്ലാത്തിലും ഒരുവിധം പ്രിസർവേറ്റീവ്സ് ഇടുന്നുണ്ട്, അല്ലേ? അതേപോലെ തന്നെ എൻവോൺമെൻറ്റൽ ടോക്സിൻസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഒക്കെ ഈ ടോക്സിൻസ് എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ഈ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മുടെ ഫുഡ് സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ സിസ്റ്റത്തിലേക്കാണ് ഇത് വരുന്നത്. പ്ലസ് പൂർ ന്യൂട്രീഷൻ ആയിക്കോട്ടെ, ഒരുപാട് കോഫി, ചായ, ഇതൊക്കെ ഒരുപാട് കൂടുതൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനേക്കാളും കൂടുതൽ ചില ആൾക്കാർക്കൊക്കെ ദിവസത്തിൽ 4-5 ചായ വേണം. അഡിക്ഷൻ, റൈറ്റ്? അപ്പോൾ അതും നിങ്ങളുടെ ലിവറിനെ ഇമ്പാക്റ്റ് ചെയ്തേക്കാം. പ്ലസ് നീഡ്ലെസ് ടു സേ ആൽക്കഹോളും വൺ ഓഫ് ദ കീ ഫാക്ടേഴ്സ് ആണ് ലിവർ പ്രോബ്ലംസിന് വേണ്ടിയിട്ട്. അപ്പോൾ സിംറ്റംസ് എന്താണ്? ലിവർ എങ്ങനെയാണ് പ്രശ്നക്കാരനായി തീർന്നുണ്ട് എന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? അപ്പോൾ ബേസിക്കലി സ്വെല്ലിംഗ് വരുന്നുണ്ട്, കണ്ണിലും സ്കിന്നിലൊക്കെ യെല്ലോയിഷ് കളർ വരുന്നുണ്ട്, ബേസിക്കലി ജോണ്ടിസിൻ്റെ പോലത്തെ. പ്ലസ് യൂറിൻ കളർ, ഇച്ചി സ്കിന്നിന് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ലിവറിന് എന്തോ തകരാറ് ഉണ്ട്. അപ്പോൾ ഇവിടെ ന്യൂട്രിലീവർ എന്നുള്ള ഒരു സപ്ലിമെൻ്റ് ഉണ്ട്. ന്യൂട്രിലീവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്യോർലി ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് അഗെയിൻ കംപ്ലീറ്റ്ലി ഹെർബലാണ്. പ്ലസ് ഇത് പ്യൂരിഫൈ ചെയ്യും നിങ്ങളുടെ ലിവറിനെ. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒരു ന്യൂട്രിലീവർ കഴിക്കുകയാണെങ്കിൽ ദിസ് എൻഷ്യോർസ് നിങ്ങളുടെ ഈ പ്രോബ്ലംസൊക്കെ റെഡ്യൂസ് ആയി ഒന്ന് നമ്മൾ പറയില്ല, ഒന്ന് കഴുകി റെഡിയാക്കുക എന്ന് പറയുന്ന പോലെ തന്നെ അതൊന്ന് ക്ലിൻസ് ആക്കിയിട്ട് റെഡിയാക്കി തരും നിങ്ങളുടെ ലിവറിനെ. പ്ലസ് ഇൻഗ്രീഡിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അഗെയിൻ മിൽക്ക് തിസിൽ, കുട്ക്കി, ദെൻ കാൽമേഘ്, ഭുയാംല, അഗെയിൻ ഓൾ ദ ഹെർബൽ നെയിംസ്. ഓക്കെ, അപ്പോൾ ഞാനതിലേക്ക് പോകുന്നില്ല. ഓൾ ദി ഹെർബൽ നെയിംസ് ഇതെല്ലാം കംപ്ലീറ്റ്ലി ഹെർബൽ ആയതുകൊണ്ട് നീഡ്ലെസ് ടു സേ 100% സേഫ് ടു യൂസ് ആൻഡ് നോ സൈഡ് എഫക്ട്സ്. ഓക്കെ, ഹൗ ടു കൺസ്യൂം? ഒരു ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് മോർണിംഗിൽ കഴിക്കാം ആൻഡ് പ്ലസ് 1 ഇൻ ദ ഈവനിങ് കഴിക്കാം വിത്ത് വാട്ടർ ഓർ മിൽക്ക്. 1 hour ബിഫോർ മീൽസ് ആയിട്ട് നിങ്ങൾക്ക് അത് കഴിക്കാവുന്നതാണ്. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പ്രൊഡക്റ്റ്, ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ
ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പറയില്ലേ മലയാളികൾക്കുള്ള പ്രോബ്ലം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ അസച്ച് ഉള്ള പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയബറ്റീസാണ്. ഡയബറ്റീസ് മീൻസ് ഷുഗർ ലെവൽസ് കൂടുക. ഷുഗർ ലെവൽസ് നമ്മുടെ ശരീരത്തിൽ എന്തുകൊണ്ടാണ് കൂടുന്നത്? ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ബേസിക്കലി നമ്മുടെ പാൻക്രിയാസ് ശരിക്കും വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രോബ്ലംസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലൈഫ് സ്റ്റൈൽ പ്ലസ് നിങ്ങളുടെ ബേസിക്കലി ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിനെ റെഡിയാക്കാനും നിങ്ങളുടെ ഷുഗറിനെ ബേസിക്കലി കൺസ്യൂം ചെയ്യിപ്പിക്കാനും. സാധാരണ ഈ ഷുഗർ കൂടുക എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഈ സെൽസ് ഇല്ലേ, നമ്മുടെ ബോഡിയിൽ സെൽസ് ഉണ്ട്. ഈ സെൽസിന് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഷുഗർ വന്നിട്ട് അവിടെ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഈ ഡയബറ്റീസുകാരെ ചെക്ക് ചെയ്യുമ്പോൾ ഷുഗർ ലെവൽ ഷൂട്ടപ്പ് ആയിരിക്കുന്നുണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷുഗർ നമ്മുടെ സെൽസിന് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. വൈ? ബിക്കോസ് ഇൻസുലിൻ വർക്ക് ചെയ്യാത്തത് കൊണ്ട്. അതാണ് ബേസിക്കലി ഡയബറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഡയബറ്റീസിൽ എന്താണെന്ന് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ പല സൈഡ് ഇഫക്ട്സ് വരാൻ തുടങ്ങും, പ്രോബ്ലംസ് വരാൻ തുടങ്ങും. ആ മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ, സാധാരണ മരുന്നോ അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നില്ലെങ്കിൽ പല ഹെൽത്ത് ഇഷ്യൂസും തുടങ്ങുന്നുണ്ടാവും. ബിക്കോസ് ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡറാണ്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഡയബറ്റീസ് മാറും എന്ന്? ഇപ്പോൾ കുറച്ചൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്, റിവേഴ്സൽ ആൻഡ് തിങ്സ്. ബട്ട് ദെൻ അഗെയിൻ മാറുന്ന ഒരിക്കലും ആരും പറയാറില്ല. വൈ? ബിക്കോസ് ഇതൊരു നമ്മുടെ പറയില്ല ജീവിത രീതിയിൽ വരുന്ന ഒരു ചേഞ്ചസ്, ഒരു മാറ്റത്തിന് കൊണ്ടാണ് ഈ പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ അതിനെ റെക്ടിഫൈ ചെയ്യലും കൂടെയാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്തുണ്ട് ക്രോമിയം പിക്കോലിനേറ്റ്, വിജയസാർ, ഗുദ്മർ, കോക്കം, കുട്കി, ജിഞ്ചർ, ഇതെല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ടുഗെദർ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കീ ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. ഇതെല്ലാം കൂടെ ടുഗെദർ വരുമ്പോൾ നമ്മുടെ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിനെ എൻഹാൻസ് ചെയ്യും. ഷുഗറിനെ പെട്ടെന്ന് തന്നെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് യൂസപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് ഓൾറെഡി റിസർച്ച് ത്രൂ ചെക്ക് ചെയ്തതാണ്. ക്രിസ്റ്റലോഗ്രാഫി എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്, അതിൽ ചെക്ക് ചെയ്ത ഒരു സംഭവമാണ് ഇത്. അപ്പോൾ ഓൾറെഡി കുറേ പേഷ്യൻസിൽ ഇതിൽ നല്ല ബെനിഫിറ്റ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് റെക്കമെൻഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? സാധാരണ നമ്മൾ ഡയബറ്റീസുകാർക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഒരിക്കലും അവർ കഴിക്കുന്ന മെഡിസിൻ നിർത്താൻ പറയരുത്. അവർ കഴിക്കുന്ന മെഡിസിൻ അവർ കഴിക്കട്ടെ, ഇതിൻ്റെ കൂടെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറയണം. ബിക്കോസ് ഇതെല്ലാം ഹെർബൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് സൈഡ് ഇഫക്റ്റോ അല്ലെങ്കിൽ ഓവർഡോസോ അങ്ങനെ ഒന്നും വരാൻ പോകുന്നു. അപ്പോൾ സാധാരണ ഇതിൽ എന്താ പറയുക, മേത്തി സീഡ്സും ഉണ്ട്. എന്ന് വെച്ചാൽ ഉലുവ ഡയബറ്റീസിന് നല്ലതെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇത് ഒരിക്കലും സൈഡ് എഫക്ട്സ് തരില്ല. അപ്പോൾ നിങ്ങൾ എന്താ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓൾറെഡി കഴിക്കുന്നുണ്ടെങ്കിൽ മെഡിസിൻ ഇതും കൂടെ കഴിച്ചു നോക്കൂ. ഡ്രാസ്റ്റിക്കലി അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽസ് കുറഞ്ഞിരിക്കും. വിത്ത് പ്രോപ്പർ സ്ലീപ്പ്, സ്ട്രെസ് ലെവൽസ് കുറയ്ക്കണം എന്നും പറയണം. ബിക്കോസ് സാധാരണ ഡയബറ്റീസുകാരുടെ സ്ട്രെസ് ലെവൽസ് കൂടുകയാണെങ്കിൽ ഷുഗർ ലെവൽസ് പെട്ടെന്ന് തന്നെ ഷൂട്ടാവും. അപ്പോൾ സ്ട്രെസ് ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജ് ചെയ്യണം, പ്ലസ് ഡയറ്റ് മാനേജ് ചെയ്യണം. ആൻഡ് ഇതിൻ്റെ കോമ്പിനേഷനിൽ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളിപ്പോൾ സപ്പോസ് ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാബ്ലറ്റ്സിലേക്ക് വരും. ടാബ്ലറ്റ്സിൽ നിന്ന് നിങ്ങൾക്ക് ഓവറോൾ അത് മാനേജ് ചെയ്ത് ജസ്റ്റ് ഡയറ്റിൽ, ചില ആൾക്കാരുണ്ട് ഡയബറ്റീസ് ജസ്റ്റ് ഡയറ്റിലൂടെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരെയും നമുക്ക് കൊണ്ട് എത്തിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് അഗെയിൻ ഒരു ബ്രേക്ക് ത്രൂ പ്രൊഡക്റ്റാണ്. ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് അഗെയിൻ ട്വൈസ് എ ഡേ ബിഫോർ മീൽസ് ആണിത് എടുക്കേണ്ടത്. ഓക്കെ, ഷുഗർ ലെവൽസ് കൂടുതലാണെങ്കിൽ ഫോർ ദ സ്റ്റാർട്ട് ജസ്റ്റ് ഗോ ഫോർ 1 capsules. സാധാരണ ഷുഗർ പേഷ്യൻസ് എങ്ങനെയാണ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ടേക്ക് ബ്ലഡ് ടെസ്റ്റ് അല്ലേ, റെഗുലർ റൂട്ടീൻ ബേസിസിൽ അവർക്ക് ചെയ്യണം. അപ്പോൾ 1 month ചെക്ക് ചെയ്തിട്ട് റിഡക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കുക. അല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ ഗോ ഫോർ 2 capsules. സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. സോ യു ക്യാൻ ഓൾസോ റെക്കമെൻഡ് 2 capsules. ടൈപ്പ് 2 വേണ്ടിയിട്ട് തന്നെ, ടൈപ്പ് 1 വേണ്ടിയിട്ട് ടൈപ്പ് 1 ഈസ് എ ജനറ്റിക് ഡിസോർഡർ, അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല. ടൈപ്പ് 1 കൊടുക്കാൻ പാടില്ല. ബിക്കോസ് ടൈപ്പ് 1 ഈസ് എ ജനറ്റിക് ഡിസോർഡർ. ജനറ്റിക് പ്രോബ്ലംസ് ഒരു കാര്യവശാലും ട്രീറ്റ് ആവാൻ പറ്റാത്ത സംഭവങ്ങളാണ്. ഓക്കെ ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ജോയിൻസ്. ജോയിൻസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ജോയിൻസ് നമുക്കറിയാമല്ലോ ഇന്നത്തെ കാലത്ത് അഗെയിൻ കാൽഷ്യം പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട്, കാൽഷ്യം നമ്മൾ പ്രത്യേകിച്ച് ഫുഡിൽ എടുക്കാത്തത് കൊണ്ടെല്ലാം ഈ പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് അതിൻ്റെ ഒരു ഭാഗമാണ്. തേയ്മാനം അല്ലേ, അതുപോലെ പെട്ടെന്ന് തന്നെ ഫ്രാക്ചർ ആവുക, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ജോയിൻറ്റ് കെയർ. അപ്പോൾ നിങ്ങൾക്ക് അസ്ഥിവേദന ഉണ്ട്, മുട്ടുവേദന, നടുവേദന, ഇത് സാധാരണ ഫീമെയിൽസിൽ ഒരുപാട് കാണുന്നുണ്ട് അല്ലേ. അതേപോലെ മെയിൽസിൽ, ഇപ്പോൾ മെയിൽസിലും ഒരുപാട് ബൈക്ക് ഓടിക്കുക, ഒരുപാട് അല്ലേ യാത്രകളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഈ പെയിൻ ജനറലി വരാറുണ്ട്. അതിന് വേണ്ടിയിട്ട് നോർമലി ഡോക്ടേഴ്സ് എന്താ റെക്കമെൻഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻ കില്ലേഴ്സ്. അപ്പോൾ ഇവിടെ ഇത് പെയിൻ കില്ലേഴ്സ് അല്ല, ഇതൊരു നാച്ചുറൽ പ്രൊഡക്റ്റാണ്. ഇതിൽ പെയിൻ കില്ലർ അടങ്ങിയിരിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതിൽ പിപ്പിരിൻ, റസ്ന, ഇതൊക്കെ നാച്ചുറൽ പെയിൻ കില്ലേഴ്സാണ്. അപ്പോൾ ഇറ്റ് വിൽ റിലീവ് ദ പെയിൻ. നിങ്ങളിത് കഴിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പെയിനും റിലീവ് ആവും, അതേപോലെ തന്നെ നിങ്ങളുടെ ബോൺസിൻ്റെ സ്ട്രെങ്ത്തും കൂടും.
അപ്പോൾ ഇത് പറയില്ലേ കാൽഷ്യം ഇൻടേക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ അത്രയധികം ടെക്നിക്കലിൽ പോകുന്നില്ല, പക്ഷേ ബേസിക്കലി നിങ്ങളുടെ ബോൺ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കൺസ്യൂം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ക്യാപ്സുൾ മോർണിംഗിലും ഈവനിങ്ങിലും എടുക്കേണ്ടത്. അഗെയിൻ ബിഫോർ ഫുഡ് നിങ്ങൾക്ക് കഴിക്കാവുന്നത് ആണ്. ഓക്കെ. ആൻഡ് പ്ലസ് 30+ ഉള്ള ആൾക്കാർക്കൊക്കെ നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. ബിക്കോസ് 30+ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നിങ്ങളുടെ ബോൺസിൻ്റെ ഹെൽത്തൊക്കെ ഒന്ന് റെഡ്യൂസ് ആവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ യു ക്യാൻ റെക്കമെൻഡ്. സ്ട്രെസ് ലെവൽസ് ഒരുപാട് പീക്കിലായിരുന്നു അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തൊരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ സ്ട്രെസ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ സ്ട്രെസ്സും സ്ലീപ്പും ഇത് വളരെയധികം കണക്റ്റഡാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. സ്ട്രെസ് ഒരുപാടുണ്ടെങ്കിൽ ഉറക്കം വരില്ല, റൈറ്റ്? അപ്പോൾ സാധാരണ നമ്മളുടെ ബോഡീനെ ഹീൽ ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഉറക്കം. ഉറക്കം ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് പലതരം പ്രശ്നങ്ങളും വരാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് ലെവൽസിനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജ് ചെയ്യാനും നല്ല സ്ലീപ്പ് കിട്ടാനും ആണ് ഈ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പറയില്ലേ എത്ര മണിക്കൂർ ഉറങ്ങി നല്ല കാര്യം, എത്ര നന്നായി ഉറങ്ങി എന്നാണ് ഇമ്പോർട്ടൻറ്റ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ ഈ വലിയ യോഗി മുനികളൊക്കെ 4 മണിക്കൂറൊക്കെ അവർ ഉറങ്ങുന്നുള്ളൂ കേട്ടിരിക്കുന്നത്. പക്ഷെ നല്ല ഒരു എന്താ പറയുക, അവർ നല്ല ആക്റ്റീവും നല്ല ബ്രെയിനൊക്കെ അവരുടെ നല്ല ഒരു ഇതായിരിക്കും. അതെന്തുകൊണ്ടാണ്? സൗണ്ട് സ്ലീപ്പ്, റൈറ്റ്? സൗണ്ട് സ്ലീപ്പ് ആയിരിക്കും. അപ്പോൾ സൗണ്ട് സ്ലീപ്പ് വേണമെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സ്ട്രെസ് ലെവൽസ് മാനേജ് ആവണം. ഫോർ എക്സാമ്പിൾ നമ്മളെല്ലാം സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? സ്മാർട്ട് ഫോൺ എല്ലാവരും യൂസ് ചെയ്യുന്നില്ലേ? സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്കറിയാം പല പല ആപ്സും ഉണ്ടാവും നമ്മുടെ അടുത്ത് അല്ലേ? വാട്സപ്പ്, ഫേസ്ബുക്ക്, പല പല ആപ്സും ഉണ്ട്, ഗൂഗിൾ പേ, പല പല ആപ്സും. അപ്പോൾ ഈ ആപ്സൊക്കെ ഓൺ ആകുമ്പോൾ എന്താവുക ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി ലോ ആയിക്കൊണ്ടിരിക്കും, ഫോണിൻ്റെ ബാറ്ററി അല്ലേ? അതേപോലെ തന്നെ നമ്മളുടെ സിസ്റ്റത്തിലും പല കാര്യങ്ങളും നമ്മുടെ ബ്രെയിനിൽ നടക്കുമ്പോൾ നമ്മുടെ ബാറ്ററി ഡൗൺ ആയിക്കൊണ്ടിരിക്കും. ഫോണിന് നമ്മൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് ചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉറങ്ങുക തന്നെ വേണം, ഇതും വേണം, കറക്റ്റ്. ഫുഡും വേണം, നല്ല ഉറക്കവും വേണം. പക്ഷെ അതില്ലാത്തപ്പോഴാണ് ഈ പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ സ്ട്രെസ് ലെവൽസിനെ മെയിൻറ്റെയിൻ ചെയ്യണത് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 85% ആൾക്കാർക്ക് സ്ട്രെസ് ലെവൽസ് ഉണ്ട്. ഈ സ്ട്രെസ് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെസ്സിൻ്റെ കാരണങ്ങൾ ഇപ്പോൾ പലതും ആവാം അല്ലേ? എന്തൊക്കെയാവാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, കറക്റ്റ്, ഫാമിലി ഇഷ്യൂസ്, കറക്റ്റ്, ദർ ആർ ലൈക്ക് മെനി പ്രോബ്ലംസ്, റൈറ്റ്? സ്ട്രെസ് ലെവൽസ് ഒരുപാട് കാരണം കൊണ്ട് വരുന്നുണ്ടാവും, റൈറ്റ്? ഒരുപാട് കാരണം കൊണ്ട് വരുന്നുണ്ടാവും. അപ്പോൾ ഈ സ്ട്രെസ് ലെവൽസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പല സിംറ്റംസും ഉണ്ട് ഇതിൻ്റെ സ്ട്രെസ് ലെവൽസിൻ്റെ. അപ്പോൾ അതെന്തൊക്കെയാണ്? ലോ എനർജി, ആൻസൈറ്റി ലെവൽസൊക്കെ ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെട്ടെന്ന് തന്നെ പാൽപിറ്റേഷൻസ് കേട്ടിട്ടുണ്ടോ? നെഞ്ചെടുപ്പ് കൂടുക, ഒരു കാര്യമില്ലാണ്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ വരിക. അപ്പോൾ ഇതൊക്കെ ആൻസൈറ്റിൻ്റെ ഭാഗമായിട്ട് വരും. പ്ലസ് പെയിൻസ് വരിക, പെട്ടെന്ന് തന്നെ കഴുത്ത് വേദന, തലവേദന, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ദിസ് ഈസ് ഓൾ പാർട്ട് ഓഫ് സ്ട്രെസ് ലെവൽസ്. അത് കഴിഞ്ഞിട്ട് ഇൻസോംനിയ, ഉറക്കമില്ലായ്മ, റൈറ്റ്? ഉറക്കമില്ലായ്മയും ഇതിൻ്റെ ഭാഗമാണ്. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ കോൾഡ് പിടിക്കുക, കഫ് പിടിക്കുക, അതൊക്കെ ഈ ഹെൽത്ത് ഓവറോൾ നമ്മളുടെ സിസ്റ്റം പ്രശ്നമാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൈ ലെവൽ ഓഫ് സ്ട്രെസ് ലെവൽസാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഡീസ്ട്രെസ് എന്നുള്ള ഒരു നമ്മുടെ ഫോർമുലേഷനാണ്. ഈ ഡീസ്ട്രെസ് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫോർമുലേഷനാണ്. വൈ? സാധാരണ നമ്മൾ ഈ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഉറക്കമില്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്താ കൊടുക്കുക? ഉറക്ക ഗുളിക കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഉറക്ക ഗുളിക എടുക്കുകയാണെങ്കിൽ അതൊരു ഹാബിച്വൽ ആയിട്ട് മാറാൻ ചാൻസസ് ഉണ്ട്. മീൻസ് ലൈക്ക് 5 days അബവ് ഡോക്ടേഴ്സ് സാധാരണ കൊടുക്കില്ല. ബട്ട് ദെൻ ഇഫ് യു സ്റ്റാർട്ട് ടേക്കിംഗ്, നിങ്ങളുടെ അത് എടുക്കാൻ തുടങ്ങുകയാണെങ്കിൽ അഗെയിൻ അത് നിങ്ങൾക്കൊരു ഇമ്പാക്റ്റ് വരാൻ സാധ്യതയുണ്ട്, വേറെ സൈഡ് എഫക്ട്സ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ പെർട്ടിക്കുലർ ഫോർമുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് ലെവൽസും റെഡ്യൂസ് ചെയ്യും, പ്ലസ് നിങ്ങൾക്ക് നല്ലൊരു സ്ലീപ്പും തരും. പ്ലസ് ദിസ് ഈസ് നോട്ട് ഹാബിറ്റ് ഫോമിങ്. ഇത് ഹാബിറ്റ് ഫോം ആവില്ല. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈഡ് എഫക്ട്സ് വരാൻ പോകുന്നില്ല. ഇതിലെന്തൊക്കെയാണ്? അശ്വഗന്ധ, ബ്രഹ്മി, ജട്ടമാൻസി, ശംഖപുഷ്പി, ജിൻസെങ് ആൻഡ് മെലറ്റോണിൻ. ഇതെല്ലാ പ്രൊഡക്ട്സ്, ഈ ഇൻഗ്രീഡിയൻസും കൂടെയാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിൻ്റെ യൂസസ് ഒന്ന് സംസാരിക്കാം നമുക്ക്. ഇത് ആർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യാം? ഫസ്റ്റ് തിങ്, ഉറക്കം ഇല്ലാത്തവർക്ക്, സ്ട്രെസ് ലെവൽസ് കൂടുതലുള്ളവർക്ക്. നെക്സ്റ്റ് ഇസ് ഫോർ PMS, ഫീമെയിൽസിൽ ബേസിക്കലി മെൻസ്റ്റുറേഷൻ്റെ മുമ്പ് പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുക. ജെറ്റ് ലാഗിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുക. സപ്പോസ് നിങ്ങൾ ഒരു കൺട്രിയിൽ നിന്ന് വേറെ കൺട്രിയിലേക്ക്
പോകുന്നുണ്ടെങ്കിൽ, സാധാരണ നമ്മൾ മലയാളീസൊക്കെ അധികം സൗദി, US, UK അല്ലേ അധികം നമ്മുടെ ആരെങ്കിലും ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടെ രാവിലെ ആണെങ്കിൽ അവിടെ രാത്രിയായിരിക്കും. നമ്മൾ പെട്ടെന്ന് എത്തുമ്പോഴേക്കും ആകെ നമുക്ക് തലവേദനയും ഛർദിയൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പ്രൊഡക്റ്റ് വളരെയധികം നല്ലതാണ്. നിങ്ങൾക്ക് അതും റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. 1 ടാബ്ലറ്റ് എടുത്താൽ മതി നിങ്ങൾക്ക് ബെഡ് ടൈമിൻ്റെ മുമ്പ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഐ കെയർ അഗെയിൻ ലോക്ക്ഡൗൺ പ്രൊഡക്റ്റ് തന്നെയത്. വൈ? ബിക്കോസ് ഏറ്റവും കൂടുതൽ ദിസ് ഇസ് ലൈക്ക് ലോങ് പീരീഡ് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ഫിസിക്കൽ മീറ്റിങ്ങിലേക്ക് വന്നിരിക്കുന്നത്. സാധാരണ ലാസ്റ്റ് ഇയർ കംപ്ലീറ്റ്ലി നമ്മൾ സൂം മീറ്റിംഗ്സ് ആയിരുന്നല്ലോ അല്ലേ. ഇവിടെയും മീറ്റിംഗ്സ് എടുത്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ സൂം മീറ്റിംഗ്സ് ആയിരുന്നു നമ്മൾ. അപ്പോൾ സൂം മീറ്റിങ്ങിൽ എന്തായിരുന്നു, കണ്ടിന്യൂസ്ലി സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുക. അതുകൊണ്ട് എന്താവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50 മില്യൺസിനേക്കാളും കൂടുതൽ 50 ക്രോഡ്സിനേക്കാളും കൂടുതൽ ആൾക്കാർക്ക് ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ ഐ സ്ട്രെയിനിൻ്റെ പ്രോബ്ലം ഉണ്ട്. ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണുകളുടെ അടിയിലൊക്കെ ഡാർക്ക് സർക്കിൾസ് വരിക, അതേപോലെ തന്നെ ക്ഷീണം വരിക, ഇതൊക്കെയാണ് ഇതിൻ്റെ മേജർ പ്രോബ്ലംസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഐ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇഫ് നിങ്ങൾ ഒരുപാട് ഡിവൈസസ് യൂസ് ചെയ്യുകയാണ്, നിങ്ങൾ ഒരുപാട് ട്രാവലിംഗ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് റീഡിങ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവുന്നത് ആണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി കണ്ണുകൾക്ക് ചൊറിച്ചിൽ വരിക, കണ്ണ് റെഡ്നെസ് വരിക, അതേപോലെ തന്നെ കണ്ണുകൾ ശരിക്കും കാണാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒക്കെ കേസസിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിത് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഐ കെയർ ഇത് ബേസിക്കലി നമുക്ക് പറയാൻ പറ്റും നമ്മുടെ കണ്ണുകൾക്ക് വേണ്ടിയിട്ടൊരു സൺസ്ക്രീനാണ്. കംപ്ലീറ്റ്ലി നമ്മളുടെ കണ്ണുകൾക്ക് എന്ത് കണ്ണിൻ്റെ ഇഷ്യൂ ആണെങ്കിലും നമുക്കിത് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും അഗെയിൻ ഹെർബലാണ്. ഈ ഹെർബൽ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണുകളുടെ റിലേറ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്യൂസിനെ കംപ്ലീറ്റ്ലി വാർഡ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നല്ല ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ആൻഡ് ഇത് എഡൾട്ട്സിനും യൂസ് ചെയ്യുക, കുട്ടികൾക്കും യൂസ് ചെയ്യുക. 8 years ആൻഡ് അബവ് ഇത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് 18 years ആൻഡ് അബവ് ഓഫ് കോഴ്സ് ട്വൈസ് എ ഡേ എടുക്കുക. 18 years ആൻഡ് അബവ് ആണെങ്കിൽ ട്വൈസ് എ ഡേ, ആൻഡ് 8 years ആൻഡ് അബവ് ആണെങ്കിൽ വൺസ് എ ഡേ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ കിഡ്സിന് വേണ്ടിയിട്ട് നമുക്ക് 2 പ്രൊഡക്റ്റേ ഉള്ളൂ കേട്ടോ. ഒന്നാണ് ഐ കെയർ, നെക്സ്റ്റ് ആണ് നാച്ചുറമോർ കിഡ്സ് പ്രോട്ടീൻ പൗഡർ. ബാക്കി എല്ലാ കംപ്ലീറ്റ് പ്രൊഡക്ട്സും അഡൾട്ട്സിനുള്ളതാണ്. മെൻസ് വെൽനെസ് അഗെയിൻ ഒരു വെൽനെസ് പ്രൊഡക്റ്റാണ്. അപ്പോൾ ഓവറോൾ മെയിൽസിൻ്റെ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, റിപ്രൊഡക്റ്റീവ് സിസ്റ്റം എല്ലാത്തിനെയും റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ബേസിക്കലി നിങ്ങളുടെ അലേർട്ട്നെസ്, ആക്റ്റീവ്നെസ്, ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ഇഷ്യൂസ്, പിന്നെ അതേപോലെ തന്നെ എനർജി ലെവൽസ് ഡൗൺ ആണെങ്കിൽ, റിപ്രൊഡക്റ്റീവ് ക്വാളിറ്റി നല്ലതല്ലെങ്കിൽ, പ്ലസ് സെക്ഷുവൽ ഹെൽത്ത്, സ്ട്രെസ് ഇമ്പാക്റ്റ്, മെൻ്റൽ വെൽബീയിങ്, ഇതെല്ലാം പ്രശ്നമാണെങ്കിൽ യു വിൽ നീഡ് ദിസ്. ഇതിൻ്റെ കീ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുകയാണെങ്കിൽ സിട്രുലിൻ, അശ്വഗന്ധ, ജിൻസെങ്, ജിങ്കോബ, ഗോക്ഷുർ, ജായ്ഫൽ, ഫെനുഗ്രീക്, കപ്പികാച്ചു, ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറോൾ മെയിൽ ഗ്രോത്ത് ഹോർമോൺസിനെ നല്ലതായി വെക്കാനും, അതേപോലെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാനും, സ്ട്രെസ് ലെവൽസ് റിഡ്യൂസ് ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഏതെങ്കിലും കപ്പിൾ ബേസിക്കലി കൺസീവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മെയിൽസിന് നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. അഗെയിൻ ഇത് 2 capsules എടുക്കാം. ഇഫ് വളരെയധികം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 capsuleലേക്കും പോകാം. ലൈക്ക് ജനറലി ഒരു പ്രോബ്ലം ഇല്ല, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്, ജസ്റ്റ് സ്ട്രെസ് ലെവൽസ് ഒരുപാട് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് 1 capsuleലേക്ക് പോകാം. ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 capsuleലേക്ക് പോകാം. നെക്സ്റ്റ് ഇതിന് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് വിമൻ വെൽനെസ്. ലൈക്ക് മെൻ വെൽനെസ്, വിമൻ വെൽനെസ്, ഇതൊരു പാക്കേജ് പോലെയാണ്. അപ്പോൾ വിമൻ വെൽനെസ് ഓവറോൾ ഫീമെയിൽസിൻ്റെ ഹെൽത്ത് ഇഷ്യൂസിന് വേണ്ടിയിട്ടാണ്. ജനറലി ഫീമെയിൽ ഹെൽത്ത് ഇഷ്യൂസ് മെജോറിറ്റി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനീമിയ, ഡയബറ്റീസ്, തൈറോയിഡ്, ഇതെല്ലാം ഹെൽത്ത് പ്രോബ്ലംസ് ആണ്. അതിൽ ഏറ്റവും പ്രിവലൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനീമിയാണ്. എനീമിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീമോഗ്ലോബിൻ ലെവൽസ് ഒരുപാട് കുറയുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലകറക്കം, ക്ഷീണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ വിമൻസ് വെൽനെസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ഇസ് ലൈക്ക് ഓൾമോസ്റ്റ് അഗെയിൻ ശതാവരി, അലോവേര, ചേസ്റ്റ്ബെറി, പുനർവ, ബ്രഹ്മി, ലൈക്കോപീനി, ഇതെല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറോൾ ഫീമെയിലിൻ്റെ ഹോർമോൺസിനെ
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെയിൽസിൻ്റെ ഹോർമോൺസ് ആണ് ടെസ്റ്റോസ്റ്ററോൺ, മെൻസ് വെൽനെസ്സിൽ ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഫീമെയിൽസിൻ്റെ ഹോർമോൺസ് ആണ് പ്രൊജസ്ട്രോൺ ആൻഡ് ഈസ്ട്രോജൻ. ഇത് രണ്ടിനെയും റെക്ടിഫൈ ചെയ്തതിൻ്റെ ഇംബാലൻസസിനെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രൊഡക്റ്റ് ഹെൽപ്ഫുൾ. സോ അഗെയിൻ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വിമൻ വെൽനെസ്, നമ്മുടെ നെയിൽസ്, ഹെയർ, അതേപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം, റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഓവറോൾ നമ്മൾ പറയില്ലേ ഒരു ഹെൽത്തി വെൽബീങ്ങിന് വേണ്ടിയിട്ട് നമുക്കിത് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇത് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാം. 12 to 50 ഇയേഴ്സ് മാത്രമല്ല 50 ആൻഡ് അബവും നിങ്ങൾക്കിത് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. മെനപ്പോസൽ ഫീമെയിൽസിനും അത് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. 1 ടാബ്ലറ്റ് twice a day നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അവർ ഫൈനൽ പ്രൊഡക്റ്റ് ഇൻ ടു ഡയറ്ററി സപ്ലിമെൻറ്റ് ഈസ് ഇമ്മ്യൂൺ പ്ലസ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊറോണയെ പേടിച്ചിട്ട് ഇമ്മ്യൂണിറ്റീനെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അല്ലേ. ദ മോസ്റ്റ് ഗൂഗിൾഡ് വേർഡ് ഈസ് കോവിഡ് ആൻഡ് ദെൻ ഈസ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഇമ്മ്യൂണിറ്റീനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ഇപ്പോൾ ഓൾറെഡി നമ്മൾ വാക്സിനേറ്റ് ആയി, എന്നാലും നമ്മൾ മാസ്ക് വെയർ ചെയ്യണം, നമ്മളതൊക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മളുടെ ബോഡി ഓവറോൾ നല്ല തയ്യാറാണോ ഇതിലെല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട്? അതിന് വേണ്ടിയിട്ടാണ് ഒരു ഇൻറ്റർണൽ ഷീൽഡ് അത്യാവശ്യമാണ്. അതാണ് നാച്ചുറാമോർ ഇമ്മ്യൂൺ പ്ലസ്. നാച്ചുറാമോർ ഇമ്മ്യൂൺ പ്ലസ് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി, മെറ്റബോളിസം, അതേപോലെ തന്നെ നിങ്ങളുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയും നന്നാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഇതിൽ ഗിലോയ്, ആംല, ലസൂൻ, തുളസി എല്ലാം ഉണ്ട്. ഇത് നിങ്ങളുടെ ബേസിക്കലി ഇമ്മ്യൂണിറ്റീനെ പെട്ടെന്നൊരു ബൂസ്റ്റ് തരും. ഇപ്പോൾ സാധാരണ നിങ്ങൾക്ക് വല്ല ഹെൽത്ത് ഇഷ്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്ലൈമറ്റ് മാറുമ്പോൾ പെട്ടെന്ന് തന്നെ ജലദോഷം, ചുമ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ പ്രൊഡക്റ്റ്, യു ക്യാൻ ഗോ ഫോർ ദിസ്. അതർവൈസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അല്ല എനിക്ക് ഇമ്മ്യൂണിറ്റീൻ്റെ അത്യാവശ്യമുണ്ട്, ഞാനിപ്പോൾ കറക്റ്റ്, അപ്പോൾ ഇമ്മ്യൂൺ പ്ലസ് എടുത്തിട്ടുണ്ടെങ്കിൽ യു ഹാവ് എ അഡീഷണൽ ബാരിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഡീഷണൽ ഷീൽഡ് പോലെയാണത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ലൈക്ക് മാസ്ക്, ലൈക്ക് വാക്സിനേഷൻ, അതേപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്ത് വെക്കാനും ഓൺ എ ഡെയിലി ബേസിസ് ഇത് വളരെയധികം നല്ലൊരു പ്രൊഡക്റ്റാണ്. സോ ദാറ്റ്സ് ഓൾ. ഇതായിരുന്നു നമ്മളുടെ കംപ്ലീറ്റ് ഹെൽത്ത് കെയർ റേഞ്ച്.